हरे कृष्णा सर्वम कृष्णा अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേഷൻ की जय। ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ പഠനത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും വന്നോ? ഗ്രൂപ്പിൽ മെസ്സേജ് വന്നോപ്പാ? എനിക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. നിങ്ങൾ സുധി മാത്രം വന്നതായിട്ട് എനിക്ക് കാണിക്കുന്നുള്ളൂ. ഒരാളെ വന്നിട്ടുള്ളൂ, അത് സുധിയാണ്. പക്ഷെ നിങ്ങളുടെ കമൻസ് എനിക്ക് കാണാം. രാധാ രാജൻ മാതാജി വരേക്കും കമൻ്റ് ഇട്ടിട്ടുണ്ട് ഹരേ കൃഷ്ണ എന്ന്. അതുവരെ എനിക്ക് കാണാം. നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നോ? ലിങ്ക് വന്നോ?
ഇപ്പോഴാണ് MLും യൂട്യൂബിലൊക്കെ വരുന്നത്. അതാണ് പ്രശ്നം. ലൈവ് എത്ര സമയം കൊണ്ട് ഇട്ട് കൊടുത്തതാ? എല്ലാരും വരുന്ന വരെയാണൊന്ന് പാട്ട് വെക്കുന്നത്. തുടങ്ങാം. നമുക്ക് മഞ്ജരീസിലൂടെ നമ്മൾ പഠിക്കുന്നത് വിഷ്ണു സഹസ്രനാമമാണ്. ആരും പൂർണ്ണമായ അറിവുള്ളവരല്ല. തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. നിരുപാധികം ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുന്നു. കാരണം സഹസ്രനാമത്തിലൊന്നും അങ്ങനെ പരിപൂർണമായ ഒരു പരിജ്ഞാനം ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്കറിയാം എന്ന വാക്ക് ഒരിക്കലും നമ്മളുടെ സഹസ്രനാമങ്ങളിൽ ഉപയോഗിക്കരുത് കേട്ടോ. എനിക്കറിയാം സഹസ്രനാമം, എനിക്ക് കാണാതെ അറിയാം, എനിക്ക് ബൈ ഹാർട്ടാണ്, അത് ഓക്കെ, സമ്മതിക്കുന്നു, അറിയാമായിരിക്കാം, അറിയാം, പലർക്കും അറിയാം. പക്ഷേ നമ്മൾക്ക് പൂർണ്ണമായി അറിവുണ്ടാവുന്നത് എപ്പോഴാണ്? സഹസ്രനാമത്തെക്കുറിച്ചെന്നല്ല, ഏതൊരു കാര്യത്തെക്കുറിച്ചും പരിപൂർണമായിരിക്കുന്ന ഒരറിവ് നമുക്കുണ്ടാവുന്നത് അത് കംപ്ലീറ്റും നമുക്ക് അറിയുമ്പോഴാണ്, അല്ലേ? ഇപ്പൊ സഹസ്രനാമം കംപ്ലീറ്റ് അറിയുന്നവർക്ക് പലർക്കും അർത്ഥം അറിയില്ല. അപ്പം ഉറപ്പായിട്ടും മുരുകൻ പ്രഭു കിച്ചൂടൻ നടത്തി കൊടുക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും അറിവിന്റെ കാര്യത്തിൽ പൂർണ്ണരല്ല എന്ന തത്വം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ എനിക്ക് എന്ന ഒരു ബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇന്ന് നല്ല ഒരു ദിവസമാണ്. നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, നമ്മുടെ GST അമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പ്രസന്നാമ്മയുടെ പിറന്നാളാണ്. അപ്പം ഇന്നത്തെ ദിവസം ജനിച്ച നക്ഷത്രം ആണ്. അപ്പം ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ പ്രസന്നാമ്മയ്ക്ക്. അപ്പം എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. ഇന്ന് പിറന്നാളുകളും വിവാഹ വാർഷികവും അങ്ങനെ എന്ത് സന്തോഷമുള്ള നിമിഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതിലുപരി കുറെ കുട്ടികൾക്ക് ഇപ്പോൾ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, ഫൈനൽ എക്സാം വരുന്നു, +2 SSLC ഒക്കെ. മാതാജിക്ക് ഒന്നേ പറയാനുള്ളൂ, പേടിക്കരുത്, ടെൻഷൻ അടിക്കരുത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് എക്സാം എഴുതുക. ഓക്കെ. അയ്യോ അച്ഛൻ എന്ത് പറയും, അമ്മ എന്ത് പറയും, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോവോ, ഇതോടുകൂടി എല്ലാം കഴിഞ്ഞോ, ഇങ്ങനെയുള്ള ചിന്താഗതികളൊന്നും എൻ്റെ പൊന്നു മക്കളുടെ ഹൃദയത്തിൽ വേണ്ട. ഇത് ഞാൻ എൻ്റെ മോനോടും പറഞ്ഞ കാര്യമാണ്. വിദ്യാഭ്യാസം സർവധനാൽ പ്രധാനമാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുട്ടികളെ, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ പരീക്ഷ എഴുതുക. ഓക്കെ. ഒരു വർഷക്കാലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പഠിക്കാൻ, അല്ലേ? 10ാം ക്ലാസ്സും +2 ഒക്കെ നോക്കുമ്പോൾ 1ഉം 2ഉം വർഷക്കാലം കിട്ടിയിരുന്നു. അച്ഛനമ്മമാരോട് ബഹളം ഉണ്ടാക്കിയും ടിവിയുടെ മുമ്പിലിരുന്നും മൊബൈലിൽ റീൽസ് കണ്ടും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിച്ചു. ഇപ്പോൾ പരീക്ഷയോടടുത്തപ്പം ടെൻഷൻ, ആദി വ്യാധി, ആകെപ്പാടെ ഒരു വെപ്രാളത്തിന്റെ സമയമായി. പക്ഷെ നിങ്ങൾ വെപ്രാളപ്പെടണ്ട. നിങ്ങൾക്ക് പിന്നിൽ നിങ്ങളെ താങ്ങാൻ ഞങ്ങൾ അച്ഛനമ്മമാർ എപ്പോഴും ഉണ്ട്. ഓക്കെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അതാണ് മാതാജിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക? റിലാക്സ് ആയിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വെപ്രാളപ്പെടാതെ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് പഠിച്ചത് കൃത്യമായി എഴുതാൻ സാധിക്കണേ എന്ന് മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് റിലാക്സ് ആയിട്ട്, അങ്ങോട്ടും നോക്കണ്ട, ഇങ്ങോട്ടും നോക്കണ്ട, എവിടേക്കും നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പേപ്പറിലേക്ക് നോക്കുക. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോ വട്ടം വായിക്കുക. കുറേ സമയം എടുക്കരുത് മക്കളെ. നമുക്ക് പരീക്ഷയ്ക്ക് ഒരു സമയമുണ്ട്, നിശ്ചിതമായ സമയമുണ്ട്. വായിക്കുമ്പോൾ പെട്ടെന്ന്, മാതാജി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, പെട്ടെന്ന് മക്കൾക്ക് ചിലപ്പം എല്ലാത്തിന്റെ ആൻസറും കിട്ടിയെന്ന് വരില്ല. അപ്പോഴും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പതുക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അറിയാവുന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആ സീരിയൽ നമ്പർ കൃത്യമായിട്ട് ഇട്ടിട്ട്, അങ്ങനെ 1, 2, 3 എന്നല്ല, അറിയാവുന്ന ചോദ്യത്തിന്റെ, ഇപ്പൊ 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് അറിയുന്നതെങ്കിൽ, വൈഫൈ ഒരു പ്രശ്നമാണ്, നമുക്ക് ക്ഷമിക്കണം, കട്ടായിപ്പോയി. അപ്പൊ അറിയാവുന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് അതാത് ചോദ്യത്തിന്റെ സീരിയൽ നമ്പർ ഇട്ടിട്ട് എഴുതുക. അത് കഴിയുമ്പം അറിയാത്തത് ഓരോന്നോരോന്ന് എഴുതാൻ ശ്രമിക്കുക. പൂർണ്ണമായി അറിയാത്തത് എഴുതണ്ട, വിട്ടേക്കും. ഇനി റിസൾട്ട് വരുമ്പം മക്കളെ അതെന്തായാലും നമ്മൾ സ്വീകരിക്കണം, അല്ലെ? തോൽവിയായാലും വിജയമായാലും ചിലപ്പം പ്രതീക്ഷിച്ചത്ര മാർക്കില്ലെങ്കിലും നമ്മൾ, എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഓക്കെ. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളോട് എനിക്ക് പറയാനുള്ളത്, ടെൻഷൻ അടിച്ചെഴുതരുത്. എല്ലാത്തിനേക്കാളും വലുതാണ് അച്ഛനമ്മമാർക്ക് നിങ്ങൾ. ദേഷ്യം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ ഷൗട്ട് ചെയ്തെന്നിരിക്കും, 2 തല്ലി എന്നിരിക്കും. പക്ഷേ മക്കളെ, ഇതിൻ്റെ എല്ലാം അപ്പുറത്തേക്കാണ് നിങ്ങളോട് അച്ഛനമ്മമാർക്കുള്ള
എന്ത്? സ്നേഹം. നിങ്ങളില്ല എങ്കിൽ ഞങ്ങൾ അച്ഛനമ്മമാരുടെ ലോകം ഒരു ബിഗ് സീറോ ആണ് മക്കളെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കള് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കാതെ, മാർക്ക് കുറഞ്ഞു പോയാൽ അതിൽ യാതൊരുവിധ മനപ്രയാസവും ഇല്ലാതെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ മക്കള് റിലാക്സ് ആയിട്ട് എഴുതുക. ജയവും തോൽവിയും ഒക്കെ ഭഗവാന്റെ കയ്യിലാണ്. പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഉയരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാതാജിക്ക് അതേ നിങ്ങളോട് പറയാനുള്ളൂ. ഇനിയും സമയമുണ്ട് പഠിക്കാൻ. മക്കൾ പഠിക്കുക, റിലാക്സ് ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക. 93 42 49 49 41 മാതാജി നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ വിളിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. നമുക്ക് പരീക്ഷ എഴുതാന്നേ. ബാക്കിയൊക്കെ ഭഗവാന്റെ കയ്യിൽ. ഓക്കെ, നിങ്ങളാണ് നമുക്ക് വലുത്. അത്രയും മാതാജി പറയും. നിങ്ങളാണ് എന്നും നമുക്ക് വലുത്. തോൽവിയും ജയവും അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളാണ് വലുത്. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ എക്സാം എഴുതണം. പിന്നെ മഞ്ജരീസിലൂടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമമാണ്. വിഷ്ണു സഹസ്രനാമം എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടിയും അതിൻ്റെ അർത്ഥസഹിതം നമ്മളൊന്ന് വിവരണത്തോടു കൂടി പഠിക്കുകയാണ്. പഠിക്കാൻ സഹായിക്കുന്ന എന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും ഗുരുവായൂരപ്പൻ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നേക്കാൾ വലുതായി ഒന്നുമില്ല. ഒരു മാലയിലെ മണികൾ അതിലെ നൂലിൽ എങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ അതുപോലെ എന്നിൽ സകലതും കോർത്തിണക്കിയിട്ടുണ്ട് എന്നാണ് ഗീതാവാക്യം. ഒരു മാല എടുത്തു കഴിഞ്ഞാൽ എന്താ, ആ മാലയിൽ ഒരുപാട് മണികൾ ഉണ്ടാവും അല്ലെ? ആ മണികളെല്ലാം നിൽക്കുന്നത് എന്തിലാണ്? ഒരു നൂലിലാണ്. അപ്പൊ ആ നൂലിൽ ആ മണികൾ എങ്ങനെ നിൽക്കുന്നുവോ അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഭഗവാനുമായി കണക്റ്റ് ആയിരിക്കുന്നത്. എല്ലാവരും ഭഗവാൻ എന്ന് പറയുന്ന ആ സത്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ അടിസ്ഥാനം എന്താണ്? ഭഗവാനാണ്. നമ്മളെല്ലാം നിലനിർത്തുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ അതാ പറയുന്നത്, ഭഗവാനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. ആ നൂല് പൊട്ടിയാൽ എന്തായി? എല്ലാം ചെതറിപ്പോയി. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആ ഭഗവാൻ എന്ന് പറയുന്ന അച്യുതണ്ട്, അതൊരിക്കലും നമ്മൾക്ക് നഷ്ടമാവാതെ നോക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്ത ലൈന് നമ്മൾ എല്ലാവരും വിഷ്ണു സഹസ്രനാമം കയ്യിലെടുത്തിട്ടുണ്ടോ? പുസ്തകമുണ്ടോ കയ്യില്? മഞ്ജരീസിലൂടെ എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ലളിത സഹസ്രനാമവും നാരായണിയും ഒക്കെ എടുത്തു തരും. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത ലൈനിലേക്ക് പോവാം. അടുത്ത ലൈൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാ സർവാണി. കൂടെ വായിക്കൂ കേട്ടോ. യഥാ സർവാണി ഭൂതാനി. യഥാ സർവാണി ഭൂതാനി ഭവന്ത്യാധി. യഥാ സർവാണി ഭൂതാനി ഭവന്ത്യാധി യുഗാഗമേ. യഥാ സർവാണി ഭൂതാനി ഭവന്ത്യാധി യുഗാഗമേ. യസ്മിൻ ച പ്രളയം. യസ്മിൻ ച പ്രളയം. വായിക്കാൻ അറിയാത്തവര് കൂടെ വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും അറിയാം, എങ്കിലും കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോട്ടെ. അപ്പോൾ വാക്കുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടാനും എളുപ്പമുണ്ടാവും. യസ്മിൻ ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ. ഓക്കെ, അപ്പൊ ആ 2 ലൈൻ വായിക്കാൻ പഠിച്ചില്ലേ? നമുക്ക് ഒരു ധൃതിയും വേണ്ട കേട്ടോ. 2 ലൈനാ പഠിക്കണമെങ്കിൽ 2 ലൈൻ പഠിക്കാം. അങ്ങനെ നമുക്ക് പോവാം. നമുക്ക് ഒരു വെപ്രാളവും ഇല്ല, ധൃതിയില്ല, പയ്യെ പയ്യെ പഠിച്ചു പോവാം. അപ്പൊ അതിന്റെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജിഷ മാതാജി മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ. അയച്ചുതരാം. നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിന്റെ വലിയ അക്ഷര പുസ്തകം അയച്ചുതരാം കേട്ടോ. യഥാ സർവാണി ഭൂതാനി ഭവന്ത്യാധി യുഗാഗമേ യസ്മിൻ ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ. അപ്പൊ ഈ 2 ലൈൻ വായിക്കാൻ പഠിച്ചില്ലേ? ഇനി ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യഥാ സർവാണി ഭൂതാനി എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം നമ്മൾക്ക് 4 ലൈൻ ഒരുമിച്ച് പോവാം നമുക്ക്. ഓക്കെ, അടുത്ത ലൈന് തസ്യലോക. തസ്യലോക പ്രധാനസ്യ. തസ്യലോക പ്രധാനസ്യ ജഗന്നാഥസ്യ. തസ്യലോക പ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപദേ വിഷ്ണോർ നാമ സഹസ്രം. വിഷ്ണോർ നാമ സഹസ്രം മേ ശൃണു പാപ
ഭയാപഹം. ഓക്കെ, കിട്ടിയോ ആ 4 ലൈൻ വായിക്കാൻ? യതഃ സർവാണി ഭൂതാനി ഭവന്ത്യാദിയുഗാഗമേ യസ്മിൻ ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർനാമ സഹസ്രം മേ ശൃണു പാപഭയാപഹം. ക്ലിയർ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യുഗം ആരംഭിച്ചപ്പോ തന്നെ, അതായത് നമ്മൾ പറയില്ലേ 4 യുഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ മഹാഭാരതത്തിലൊക്കെ. അപ്പൊ ആ കാലത്തില് യുഗം ആരംഭിച്ചപ്പോ തന്നെ, അതായത് കൽപ്പത്തിന്റെ തുടക്കത്തിൽ, യുഗം ആരംഭിക്കുന്നതിന്റെ തുടക്കത്തില് എല്ലാ ചരാചരങ്ങളും, നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങളും എന്താണ്? എല്ലാ ജീവജാലങ്ങളും എവിടെ നിന്ന്, അതായത് ആരിൽ നിന്ന് ഉത്ഭവിച്ചോ, ഈ ജീവജാലങ്ങളെ നമ്മൾ പറയും നമ്മൾ നമ്മുടെ അമ്മയിൽ നിന്നാണ് ജനിച്ചതെന്ന് പറയും അല്ലേ. പക്ഷെ എന്താ ചെയ്യുന്നത്? നമ്മുടെ അമ്മയിൽ നിന്ന് ജനിച്ചു, നമ്മൾക്ക് ആ അമ്മ അവരുടെ അമ്മയിൽ നിന്ന് ജനിച്ചു, അങ്ങനെ 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 നമുക്കൊരു പൂർവിക പരമ്പര ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതേപോലെ ആരിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്, ആ ഒരു ഉണ്ടായ ഉത്ഭവസ്ഥാനം, തുടക്കസ്ഥാനം വീണ്ടും യുഗം അവസാനിക്കുമ്പോ, തുടക്കം ഒരു യുഗം തുടങ്ങുന്ന സമയത്ത് ഈ ജീവജാലങ്ങളെല്ലാം എവിടെ നിന്ന് തുടങ്ങിയോ അതേ സ്ഥാനത്ത് തന്നെ ഈ യുഗം അവസാനിച്ചു കഴിയുമ്പോൾ, യുഗം അവസാനിക്കുന്ന സമയത്ത് അതേ തുടങ്ങിയ സ്ഥാനത്ത് തന്നെ ലയിക്കുന്ന പറയുന്നത്. ഓക്കെ, ഭഗവാനിൽ നിന്ന് തുടങ്ങിയത് യുഗം അവസാനിക്കുമ്പോ ഭഗവാനിലേക്ക് തന്നെ ലയിക്കും. ഹേ രാജാവേ, ഇപ്രകാരമുള്ള ആ ഏകദേവന്റെ തുടക്കവും ഒടുക്കവും ഒരാളിലാണെന്നാണ് പറയുന്നത്, ഒരു ഈശ്വരനിലാണ്. ഇങ്ങനെയുള്ള ആ ഒരു ഏക ദൈവത്തിന്റെ വിദ്യാസ്ഥാപനങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്നവന്റെ, അതായത് ഏത് ദൈവത്തിലേക്കാണോ നമ്മൾ സർവവും സമർപ്പിക്കുന്നത്, ആരിൽ നിന്നാണോ നമ്മൾ വിദ്യ സ്വീകരിക്കുന്നത്, ആരിൽ നിന്നാണോ നമ്മൾ വന്നത്, എവിടേക്കാണോ നമ്മൾ പോകുന്നത്, അങ്ങനെയുള്ള ആ ഈശ്വരന്റെ എല്ലാ ലോകങ്ങളുടെയും സ്വാമിയുടെ 1000 നാമങ്ങളെ, അങ്ങനെയുള്ള ഈശ്വരന്റെ എല്ലാ ലോകങ്ങളും അല്ലെ, ഭഗവാന്റെ എല്ലാ ഭൂമണ്ഡലങ്ങളും മുതൽ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും, അങ്ങനെയുള്ള എല്ലാ ലോകങ്ങളും, ആ ഒരു ഈശ്വരന്റെ എല്ലാ നാമങ്ങളും, 1000 നാമങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയാവില്ല, ഭഗവാൻ ഒരുപാട് നാമങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഭഗവാന്റെ 1000 നാമങ്ങളെ എന്നിൽ നിന്ന് കേട്ടാലും എന്നാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കാണ്, ഭഗവാന്റെ 1000 നാമങ്ങളെ നമ്മൾ കേൾക്കണം. എന്താ പറഞ്ഞത്? തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ, ഏത് ലോകത്തിന്റെയും എല്ലാ ലോകത്തിന്റെയും ജഗന്നാഥ ലോകസ്യ, അതായത് ഭഗവാന്റെ സമസ്ത ലോകങ്ങളുടെയും ഭൂപതേ, ആരാണോ അതിന് അധികാരിയായിരിക്കുന്നത്, ആ അധികാരമായിരിക്കുന്ന ഈശ്വരന്റെ തുടക്കവും ഒടുക്കവും ആ ഈശ്വരനിലേക്കാണല്ലേ. ആ ഈശ്വരന്റെ വിഷ്ണോർ നാമ സഹസ്രം, ആ ഭഗവാന്റെ 1000 നാമങ്ങളെ മേ ശൃണു പാപഭയാപഹം, അത് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാണ്. അപ്പൊ ഈ നാമങ്ങൾ അശുഭകർമ്മങ്ങളാൽ ഉണ്ടാവുന്ന, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഏതേതോ ജന്മങ്ങളിലും ഈ ജന്മങ്ങളിലും നമ്മൾ ചെയ്തു പോയ സമസ്ത പാപങ്ങളും ഈ ഭഗവാന്റെ സഹസ്രനാമങ്ങൾ കേൾക്കുന്നത് വഴിയും പാരായണം ചെയ്യുന്നത് വഴിയും അതുപോലെ നമ്മൾ എന്താ പറയാ പഠിക്കുന്നത് വഴിയും ഒക്കെ ഈ നാമങ്ങൾ, ഈ സഹസ്രനാമങ്ങൾ പഠിക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെയുള്ള ജന്മജന്മാന്തരങ്ങളുടെ പാപങ്ങളെയെല്ലാം സംസാരത്തെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നു. അപ്പൊ നമുക്ക് വിഷ്ണു സഹസ്രനാമം എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സമസ്ത പാപങ്ങളും നമ്മളിൽ നിന്ന് തീരുമെന്നാണ് ഈ 4 ലൈൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, പുനരേവ എന്നതിലുള്ള, അപ്പം യസ്മിശ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയെ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പുനരേവ എന്നുള്ളതിലുള്ള ഏവ എന്നൊരു പ്രയോഗമുണ്ട്, നമ്മൾ പഠിച്ചില്ലേ ഇവിടെ. പുനരേവ, ആ ഏവ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് അത് ഏത് ദേവനിൽ തന്നെയാണ്, നമ്മൾ ഏത് ദേവനിൽ നിന്നാണോ വന്നത് അതേ ദേവനിൽ നിന്നാണ് നമ്മൾ ലയിക്കുന്നത്. ഈ ലോകം, ഈ ഒരു ബ്രഹ്മാണ്ടം തുടങ്ങുമ്പോ ഏത് ദേവനിൽ നിന്ന് തുടങ്ങിയോ
അതേ ദേവനിലേക്ക് തന്നെയാണ് ഈ യുഗം അവസാനിക്കുമ്പം എല്ലാം പോയി ലയിക്കുന്നത്. മനസ്സിലായോ? യസ്മിം ഛ എന്ന് പറയുന്നത് ആ ഒരു ഛ എന്ന ശബ്ദം കൊണ്ട് ഉൽപ്പത്തിയാണ് ഉദ്ദേശിക്കുന്നത്. യസ്മിം ഛ എന്ന് പറയുന്നത് ആ ഛ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയാണ്. നാശത്തിന്റെയും ഉൽപ്പത്തിയുടെ, അതായത് തുടക്കത്തിന്റെയും അവസാനത്തിന്റെയും ഇടയിലുള്ള സ്ഥിതികാലത്ത്, നമ്മൾ ജനിച്ചതിന്റെയും മരിക്കുന്നതിന്റെയും ഇടയിലുള്ള ആ ഒരു ചെറിയ സമയം, ഓക്കെ, തുടക്കത്തിന്റെയും ഒടുക്കത്തിന്റെയും, അതായത് ഏവ എന്ന് പറയുന്ന പുനരേവ, ഏവ എന്ന് പറയുമ്പോ എന്താണ്? ലയനം, അതേ ദേവനിലേക്ക് ലയിച്ചു പോകുന്നു. യസ്മിം ഛ എന്ന് പറയുമ്പോൾ നമ്മളുടെ തുടക്കം. അപ്പൊ തുടക്കത്തിന്റെയും അവസാനത്തിന്റെയും ഇടയിലുള്ള സമയമാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ സ്ഥിതി എന്ന് പറയുന്നത്. സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ഇടയിലുള്ള സമയം സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് നമ്മളെ സംരക്ഷിക്കുന്നത് മുഴുവൻ ആരാണ്? ഈ ദേവൻ തന്നെയാണ് എന്നാ പറയുന്നത്. ഈ ഭഗവാൻ തന്നെയാണ് ആ കാലത്ത്, നമ്മൾ നിലനിൽക്കുന്ന ആ കാലത്ത് നമ്മളെ എന്ത് ചെയ്യുന്നത്? സമാധാനത്തോടെ ഐശ്വര്യത്തോടെ നമ്മളെ നിലനിർത്തുന്നത് ആ ഒരു ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഓക്കെ, അതാണ് ഈ ഒരു 4 ലൈൻ്റെ അർത്ഥം എന്ന് പറയും. അപ്പൊ ഈ ശ്ലോകം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭഗവാനിൽ നിന്ന് തുടങ്ങി ഭഗവാനിലേക്ക് തന്നെ ലയനം ചെയ്യപ്പെടുന്നു. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കണം, യാതൊന്നിൽ നിന്ന് ഈ ചരാചരങ്ങൾ ഉത്ഭവിക്കുന്നുവോ, ഏതിൽ നിന്നാണോ തുടങ്ങുന്നത്, യാതൊന്നിന്റെ പ്രഭാവത്താൽ, ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് നിലനിന്ന് പോകുന്നത്. അപ്പൊ ആ ഒരു ഐശ്വര്യം, ഭഗവാൻ നൽകുന്ന ആ ഒരു കാരുണ്യം, ആ ഒരു ഐശ്വര്യം ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനമുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ്. പിന്നീട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ യാതൊന്നിൽ ലയിച്ചു ചേരുന്നുവോ അത് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. തുടക്കവും നിലനിൽപ്പും ഒടുക്കവും നമ്മൾ എന്താണ്? ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു, ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി അടുത്ത ലൈന്, യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ. ക്ലിയർ? യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭിഃ. ആ 2 കുത്തു വരുമ്പോ ഹ എന്നാണ്. നമ്മൾ ഋഷിഭി എന്ന് വായിച്ചു പോയാലും തെറ്റൊന്നുമില്ല. ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഇങ്ങനെ വായിക്കാൻ അറിയാത്ത ആരെങ്കിലും എനിക്കൊപ്പം വായിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ. അപ്പൊ ഞാൻ ഈ LKG കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞിരുന്നേല് ഓക്കെ, അവർക്കത് യൂസ് ആവുന്നുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് സ്പീഡിലേക്ക് പോവാന്ന് ഓർത്തിട്ടാണ്. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. അങ്ങനെ വിഷ്ണു സഹസ്രനാമം വായിക്കാൻ അറിയാത്തൊന്നും ഒരു തെറ്റല്ല കേട്ടോ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഒരു കാലത്ത് എനിക്കും വായിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും വായിക്കുന്നവരുണ്ടോ? അങ്ങനെ വായിക്കാൻ പഠിക്കുന്നവരുണ്ടോ കൂട്ടത്തില്? കമന്റ് ചെയ്യൂ. വേഗം ചെയ്യ്. ക്ലാസ് ഇത് FB-യിൽ കഴിഞ്ഞാൽ യൂട്യൂബിൽ കാണുന്നവർക്ക് ബോറടിക്കും. അവർ ചോദിക്കും എന്താ ഇത്, നമ്മൾ ലൈവിലായതുകൊണ്ട് നമ്മൾ 2 പേരും 2 കൂട്ടരും സംസാരിക്കുന്നു, പക്ഷെ അവര് യൂട്യൂബിൽ റെക്കോർഡ് ലൈവല്ലേ കാണാം. പലരും യൂട്യൂബ് ക്ലാസ് കേൾക്കുന്നവർ ചോദിക്കുന്നു എങ്ങനെയാണ് മഞ്ജരീസിന്റെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്നതെന്ന്. അപ്പോൾ 93 42 49 49 41 ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഒത്തിരി പേര് വായിക്കാൻ പഠിക്കുന്നു. ശരി, നമസ്തേ. അപ്പോൾ ഒത്തിരി സന്തോഷം. നമസ്തേ ഗുരുദേവ്, ഒത്തിരി സന്തോഷം. അപ്പോൾ കുഴപ്പമില്ല, പ്രസന്നാമയ്ക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ വായിക്കാം കേട്ടോ. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഇതാണ് അതിൻ്റെ ആ ലൈൻ ഇങ്ങനെയാണ് വായിക്കുക. ഓക്കെ, ട്രൈ ചെയ്യുന്നു. കിട്ടും. സുജിത് പ്രഭു വായിക്കൂ, ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഓരോ അക്ഷരങ്ങളായിട്ട് വേർഡായിട്ട് വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ എളുപ്പത്തില്. അപ്പൊ ഇതിന്റെ ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മഹാത്മാവായിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുകയാണ് ഈ ഒരു ലൈനിലൂടെ. ഓക്കെ, മഹാത്മാവായിരിക്കുന്ന ഭഗവാന്റെ ഗുണങ്ങളെ നമ്മൾ എന്താണ്
നമ്മളിങ്ങനെ ഗുണങ്ങളെ നമ്മളിങ്ങനെ പ്രകീർത്തിച്ചു പറയാണ്. ഭഗവാനെ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ പ്രശംസിച്ച് ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ പറയാണ്. അപ്പോ ഋഷികളാൽ ഗാനം ചെയ്യപ്പെട്ടതുമായ നാമങ്ങളെയും പുരുഷാർത്ഥ ചതുശൂയത്തെയും ആഗ്രഹിക്കുന്നവരുടെ ഐശ്വര്യത്തിനായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പൊ ഋഷിമാരാണ് ഇതെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ ആ ഒരു നാമങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ്? മഹാവിഷ്ണു മഹാനും ആത്മാവുമാകുന്നു. ഭഗവാൻ നമ്മളുടെ ആത്മാവുമാണ്. ഭഗവാൻ എന്താണ്? നമ്മുടെ ആത്മാവാണ്. അതുപോലെ മഹാനാണ് ഭഗവാൻ, അല്ലേ? ഭഗവാനെ കുറിച്ച് പറയാനൊന്നും നമുക്ക് വാക്കുകൾ മതിയാവില്ല. കേശവൻ എന്ന ഒരു നാമത്തിൽ നിന്ന് ആ ബ്രഹ്മ വിഷ്ണു ശിവൻ എന്ന് പറയുന്ന ത്രിമൂർത്തികളുടെ ശക്തിയും അടങ്ങിയ പരബ്രഹ്മമാണ് ഭഗവാൻ എന്ന് വരുന്നു. മനസ്സിലായില്ലേ? എന്താണ്? കേശവൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന് തന്നെ ബ്രഹ്മ വിഷ്ണു മഹാദേവൻ, അപ്പൊ അങ്ങനെയുള്ള ത്രിമൂർത്തികളുടെ ശക്തിയും അടങ്ങിയ പരബ്രഹ്മമാണ്. ത്രിമൂർത്തികൾ മാത്രമല്ല, ശക്തിയും അടങ്ങിയ പരബ്രഹ്മമാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. മഹാവിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഭജിക്കാനും പറ്റില്ല, ചേർക്കാനും പറ്റില്ല. അത്രയും നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് ആ ഒരു സത്യം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ആത്മാവ് എന്ന് പറയപ്പെടുവാനുള്ള കാരണം ഹരിവംശത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പുരുഷോത്തമൻ ഭഗവാൻ, ഈ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ജന്തുക്കളിൽ നിവസിച്ചിട്ട്, ജന്തുക്കളിലെല്ലാം ജീവിച്ചിട്ട് അവയുടെ സുഷുപ്തിയിൽ, അത് ആ ജന്തുക്കളെല്ലാം സുഷുപ്തി ഇങ്ങനെ നിദ്രയിലിരിക്കുന്ന സമയത്ത് ബ്രഹ്മഭാവത്തെ പ്രാപിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപുള്ള ക്ലാസ്സുകളിൽ, നമ്മൾ ആത്മാവ് മാത്രമല്ല പരമാത്മാവും കൂടി സംയോജിക്കുമ്പോഴേ നമ്മൾക്ക് ഈ ലോകത്തിലേക്ക് വന്നിട്ട് ജീവിക്കാൻ പറ്റൂ. ആത്മാവിനെ കൊണ്ട് മാത്രം നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിപ്പിക്കാൻ സാധിക്കില്ല. നമ്മളുടെ ഉള്ളിൽ ആത്മാവും ഉണ്ട്, പരമാത്മാവും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ, ആത്മാവ് ഉള്ളിൽ ഉണ്ടായിട്ടും നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ പരബ്രഹ്മമായിരിക്കുന്ന ആ പരമാത്മാവ് ആ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുന്നു എന്നാ പറയുന്നത്. നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ട് സ്വപ്നാവസ്ഥയിലാകട്ടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമില്ലാതെ തന്നെ വിഷയങ്ങളെ ഗ്രഹിക്കുകയും ജാഗ്രതാവസ്ഥയിൽ എല്ലാ വിഷയങ്ങളെയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാ പറയുന്നത്. ഭഗവാൻ നമ്മൾ ഈ ലോകത്ത് വരുന്നതിനേക്കാൾ മുമ്പേ തന്നെ നമ്മളെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയാ, എനിക്കൊരു 2ാം ക്ലാസ് 3ാം ക്ലാസ് മുതലുള്ള കാര്യങ്ങളെ നമുക്ക് അറിയൂ എന്ന് പറയും. പക്ഷെ അതിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ ആത്മാവ് ഗ്രഹിക്കുന്നുണ്ട്. അത് ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊണ്ടാണ് അങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഒരിക്കലും നമുക്ക് എന്താ പറയുക, നമ്മൾ അത്രയ്ക്ക് നോളേജ് ഉള്ള ആൾക്കാരോ നമ്മൾക്കൊരു പ്രീവിയസ് കാലം ഓർമ്മയില്ലാത്ത ഒന്നുമല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കാണ് ഓർത്തിരിക്കാൻ പറ്റാത്തത്. പക്ഷെ നമ്മുടെ ആത്മാവ് ജന്മാന്തരങ്ങളുടെ കാര്യങ്ങൾ പരമാത്മാവിന്റെ അനുഗ്രഹത്താൽ എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ? യാതൊന്ന് എല്ലാ വിഷയങ്ങളെയും പ്രാപിക്കുകയും സ്വീകരിക്കുകയും ഭുജിക്കുകയും അതുപോലെ നിരന്തരമായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുവോ അത് ആത്മാവ് എന്ന് പറയപ്പെടുന്നു. ഈ ആത്മാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളും ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ സാരല്ലേ മാതാജി, എല്ലാ വിഷയങ്ങളെ കുറിച്ചും ആത്മാവിന് നല്ല നോളേജ് ഉണ്ട്, ഓർമ്മയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളാണ് മറന്നു പോകുന്നത്. പ്രായം കൂടുന്തോറും ചിലപ്പോൾ നമ്മൾക്ക് മറവി സംഭവിക്കാം. മനസ്സിലായോ? പക്ഷേ ആത്മാവിന് ജന്മാന്തരങ്ങളുടെ കാലം ഓർമ്മയുണ്ട്. നമ്മൾ പറയാറില്ലേ ചില സമയത്ത്, ഞാൻ മുമ്പ് എപ്പോഴയോ ഈ ഒരു അവസ്ഥയിൽ വന്നതായിട്ട് ഓർക്കുന്നു, അല്ലെ ഞാൻ ഈ സ്ഥലത്ത് ഇതേപോലെ വന്നതായിട്ട് ഓർമ്മയുണ്ട്. ഇത് ആത്മാവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആത്മാവെന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. അത് പരമാത്മാവിനോടുകൂടി സംയോജിച്ചിട്ട് കോടാനുകോടി ജന്മാന്തരങ്ങളുടെ കാര്യങ്ങളെ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ നാമങ്ങൾ ഗുണസംബന്ധമായവയാണ്. പരബ്രഹ്മാനിസംഗനും ഗുണങ്ങൾ ഒന്നുമില്ലാത്തവനും. ഭഗവാന്, നമ്മുടെ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാന് ലിംഗഭേദമിലാണെന്നോ പെണ്ണെന്നോ ഭഗവാന്റെ മുമ്പിലില്ല. ജാതിയില്ല, മതമില്ല, മനുഷ്യനെന്നോ മൃഗമെന്നോ ഇല്ല, രൂപമില്ല, അത് എന്നേ പറയുകയുള്ളൂ. ഭഗവാൻ എല്ലാത്തിലും, ജീവനുള്ള സമസ്ത കാര്യങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. ഇത് നിർഗുണ ബ്രഹ്മം എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരിക്കലും എന്താണ്, മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും നമ്മൾ വേർതിരിച്ച് കാണരുത്. അവരിലും ഈശ്വരനുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. സമസ്ത ചരാചരങ്ങളിലും ഞാൻ കുടികൊള്ളുന്നു എന്ന് ഭഗവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തൂണിലും തുരുമ്പിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്, അല്ലെ? സമസ്ത ചരാചരങ്ങളിലും അദ്ദേഹം കുടികൊള്ളും. ഭക്തൻ പറയാണ്,
ഇവിടെ എൻ്റെ ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭഗവാൻ അവിടെ ഉണ്ടാവും. അതാണ് ഭഗവാന് ഭക്തനോടുള്ളൊരു ബന്ധം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ വിചാരിക്കൽ എന്താ, അവിടെ ഭഗവാനില്ലേ, അല്ലെ ഇവിടെ ഭഗവാൻ എല്ലായിടത്തിലും ഉണ്ട്, എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. അപ്പൊ ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, വില കുറച്ച് കാണരുത്. ആരെയും നമ്മൾ ഒന്നിൻ്റെ പേരിലും മാറ്റി നിർത്തരുത്. ക്ലിയർ? അവര് പണമില്ലാത്തവനാണ്, പണമുള്ളവനാണ്, രോഗാവസ്ഥയിലുള്ളവനാണ്, അല്ലെ വാർദ്ധക്യമായി, ഇനി അയാളെ കൊണ്ട് എന്തിനെ കൊള്ളാം, അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. വൃദ്ധയായാലും ശരി, യൗവനസ്ഥിലുള്ള ആളായാലും ശരി, ശൈശവത്തിലുള്ളതായാലും ശരി, വാട്ടെവർ മേ ബി, എല്ലാത്തിലും ഭഗവാനുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക എന്നാ മനസ്സിലാക്കേണ്ടത്. ഓക്കെ? സദ്ഗുണ ബ്രഹ്മത്തിനാകട്ടെ സർവാത്മകവും ശബ്ദപ്രവൃത്തി നിമിത്തങ്ങൾ ഉള്ളതുമാകുന്നു. ഇതിനെപ്പറ്റി വിഷ്ണു ധർമ്മോത്തര പുരാണത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ മുന്നോട്ട് നമ്മൾ ഓരോ പുരാണങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ ആധികാരികമായിട്ട് പഠിക്കും. ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഈ പഠിച്ച 2 ലൈൻ ഒറ്റ ഒരു അർത്ഥമേ ഉള്ളൂ, ഭഗവാൻ സർവചരാചരങ്ങളിലും ഉണ്ട്. ഭഗവാനായിരിക്കുന്ന പരമാത്മാവ് ആത്മാവിനോടുകൂടി സംയോജിച്ചിട്ടാണ് എല്ലാ ചരാചരങ്ങളിലും ഉള്ളത്. ഇതാണ് ഈ 2 ലൈൻ്റെ അർത്ഥം. ഓക്കെ? ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഹേ ബ്രാഹ്മണരിൽ ഉത്തമനായവനെ, ഒരേ ബ്രഹ്മം എല്ലാമായി എല്ലാ ലോകങ്ങൾക്കും ഉപകാരം ചെയ്യുന്നു. ഭഗവാൻ എന്താ ചെയ്യുന്നത്? മാതാജി നമസ്തേ, ക്ഷമിക്കണം, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോ ആ ബ്രാഹ്മണനിൽ ഉത്തമനായിരിക്കുന്ന ഭഗവാൻ ഈ ഒരു ബ്രഹ്മാണ്ടത്തിൽ മാത്രമല്ല, എല്ലാ ലോകങ്ങളിലും ആ ഭഗവാൻ എല്ലാവരുടെ കാര്യങ്ങളും അറിയുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെത് മാത്രമേ കേൾക്കുന്നു, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു ദിവ്യ പുരുഷോത്തമൻ അറിയുന്നുണ്ട്. അതിനാൽ അവയുടെ ഉച്ചാരണം വ്യത്യസ്തമാകുന്നതിനാൽ ഫലങ്ങളും വിവിധമായി സിദ്ധിക്കുന്നു എന്നാ പറയുന്നത്. നമ്മൾ ഭഗവാനെ ഏത് രീതിയിലാണോ കാണുന്നത് അതിൻ്റെ ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എങ്ങനെ ഭഗവാനെ കാണുന്നു ആ രീതിയിൽ ഭഗവാൻ നമ്മൾക്ക് ആൻസർ തരും. ഹേ പുരുഷ ശ്രേഷ്ഠ, ഭഗവാനെ വിളിക്കുകയാണ്. ഹേ പുരുഷ ശ്രേഷ്ഠ, ഓരോ നാമവും ഏതൊരു പ്രകാരം വരുന്നുവോ, സൗമ്യമോ ക്രൂരമോ എന്നത് ആ വസ്തുവിന് ബാധകമാകുന്നു. അല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ സൗമ്യമായി സംസാരിക്കുന്നുണ്ടോ, ക്രൂരമായി സംസാരിക്കുന്നുണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ മനസ്സിൽ പറയുന്ന കാര്യം ഒരാളും അറിയുന്നില്ല, മാറി നിന്ന് ഒരാൾക്ക് ദ്രോഹം ചെയ്യുമ്പോൾ അത് ആരും അറിയുന്നില്ല. എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്, നമ്മുടെ ആത്മാവും അറിയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളറിയാതെ നമ്മൾ വിചാരിക്കും മൂന്നാമതൊരാൾ അറിയുന്നില്ല. ഇപ്പൊ ഒരാളെ കുറിച്ച് ഒരാൾ കുറ്റം പറയാണ്, ആ കേൾക്കുന്നേം പറയുന്നേം വ്യക്തി മാത്രമല്ല ഇത് അറിയുന്നത്, ഈശ്വരൻ അറിയുന്നുണ്ട് ഇത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് വേണം നമ്മൾ ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും. അല്ലെങ്കിൽ അതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെയായിരിക്കും. നമ്മൾ ആരെക്കുറിച്ച് ഒന്നും പറയാൻ പോകണ്ട, നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ മാത്രം പറയാം. നമ്മളെക്കുറിച്ച് ആരെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത്രയും മനസ്സിലാക്കുക. ഋഷികൾ മന്ത്രഭൂഷ്ടകളാണ്. അപ്പൊ എന്താ പറയുന്നത്? ശാശ്വതമായിരിക്കുന്ന ഈ മന്ത്രങ്ങളെ, എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഈ മന്ത്രങ്ങളെ അവരാണ് സമാധി സ്ഥിതിയിൽ കണ്ടത്. ഭഗവാന്റെ ഈ നാമങ്ങളെ മന്ത്രദൃഷ്ടാക്കളാണ് അവര്, മന്ത്രദൃഷ്ടാക്കൾ. അവര് ആ ദൃഷ്ടി, ആ മന്ത്രങ്ങളെ എല്ലാം കണ്ടതാരാണ്? ഭഗവാനാണ്. ആ ഭഗവാന്റെ മന്ത്രങ്ങളെല്ലാം കണ്ടതാരാണ്? ഋഷിവര്യന്മാരാണ്. ആദ്യം ഭഗവാൻ, പിന്നെ ഋഷിവര്യന്മാർ. ആ ഋഷിവര്യന്മാരിലൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അവയെ ഞാൻ എല്ലാവരുടെ ഗുണത്തിനായിട്ട് പറയുന്നു എന്നാ ഇവിടെ പറയുന്നത്. ആ ഒരു മന്ത്രങ്ങളെയെല്ലാം ഋഷിവര്യന്മാരിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തുമാത്രം സീക്രട്ടാണ് വിഷ്ണു സഹസ്രനാമം. അതുകൊണ്ടാ പറയുന്ന അടുത്ത ലൈൻ ശ്രദ്ധിക്കണം. ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ചന്ദോനുഷ്ടു തഥാദേവോ ഭഗവാൻ ദേവകീസുധാ. മനസ്സിലായോ? എന്താണ്? ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ചന്ദോനുഷ്ടു തഥാദേവോ ഭഗവാൻ ദേവകീസുധാ. ഇനി അടുത്ത ലൈന്. അമൃതാംശുദ്ഭവോ ബീജം ശക്തിർ. ഓക്കെ, പിരിച്ചു വായിക്കണേ.
അമൃതാം ശൂദ്ഭവോ ബീജം ശക്തിർ ദേവകീ നന്ദന. കിട്ടിയില്ലേ? ത്രിസാമ ഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ. വായിക്കാൻ കിട്ടിയോ? ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോനുഷ്ടു തഥാ ദേവോ ഭഗവാൻ ദേവകീസുധാ. അമൃതാം ശൂദ്ഭവോ ബീജം ശക്തിർ ദേവകീ നന്ദന. ത്രിസാമ ഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുച്യതേ. ഈ 2 ലൈൻ വായിക്കാൻ പഠിച്ചില്ലേ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സഹസ്രനാമങ്ങളുടെ ഋഷിയായിരിക്കുന്ന വേദവ്യാസൻ എന്ന മഹാമുനിയാണ്. സഹസ്രനാമങ്ങളുടെ ഋഷി ആരാണ്? വേദവ്യാസൻ എന്ന് പറയുന്ന മഹാമുനി. ഓരോ പാദത്തിലും 8 അക്ഷരങ്ങൾ അടങ്ങിയ 4 പാദങ്ങളുണ്ട്. അതാണ് അതിന്റെ വൃത്തം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ സ്കൂളിൽ? വൃത്തം, മഞ്ചരി, കാകളി. അത് ഇനിയിപ്പൊ ഞാനത് എടുക്കാനിരിക്കണില്ല. പക്ഷെ ആ വൃത്തത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് എഴുതിയിരിക്കുന്ന ആ ഒരു രീതിയെ കുറിച്ചാണ് പറയുന്നത്. അതിന് അനുഷ്ടുപ് എന്നാണ് പേര്. അനുഷ്ടുപ് എന്ന രീതിയിലാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിന്റെ ദേവത, ഈ ഒരു സഹസ്രനാമത്തിന്റെ ദേവത, അനുഷ്ടുപ്പിന്റെ ഒക്കെ ദേവത എന്ന് പറയുന്നത് ദേവകിയുടെ പുത്രനായി ശക്തിർ ദേവകീ നന്ദന, ദേവകിയുടെ മകനായി ജനിച്ചിരിക്കുന്ന നമ്മുടെ ഭഗവാനാണ്, മഹാവിഷ്ണു ആണ്. ബീജം അമൃതാം ശൂദ്ഭവ, മനസ്സിലായോ? ബീജം അമൃതാം ശൂദ്ഭവ എന്നാകുന്നു. ദേവകീ നന്ദന എന്ന് പറയുന്നത് ശക്തിയും ത്രിസാമം എന്ന് പറയുന്നത് ഹൃദയവുമാകുന്നു. മനഃശാന്തിക്ക് വേണ്ടിയാണ് ഇത് ജപിക്കുന്നത് എന്നാണ് ടോട്ടലി ഇതിന്റെ ഒരു ആൻസർ. ഈ വായിച്ചതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മള് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത്ര സിമ്പിൾ ആയിട്ട് പോകുന്നു അതിലേക്കുള്ളത്. ഓക്കെ, ഇത് അമൃതാം ശൂദ്ഭവോ ബീജം ശക്തിർദേവകീ നന്ദന ത്രിസാമ ഹൃദയം, നമ്മുടെ ഹൃദയം തസ്യ ശാന്ത്യർത്ഥേ, ഹൃദയത്തിന് ശാന്തി ലഭിക്കാൻ വേണ്ടി വിനിയുച്യതേ. നമ്മൾ ഇത് പഠിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും പഠിക്കുന്നതും നമ്മുടെ മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ലൈൻ എന്താ? വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേക രൂപ ദൈത്യാന്തം, അനേക രൂപ ദൈത്യാന്ത്യം നമാമി പുരുഷോത്തമം. ഓക്കെ, വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേക രൂപ ദൈത്യാന്തം നമാമി പുരുഷോത്തമം. കിട്ടിയില്ലേ? സർവവ്യാപിയായിരിക്കുന്ന, അനന്തവിജയിയായിരിക്കുന്ന, എല്ലാത്തിനെയും വിജയിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന ഭഗവാൻ മഹേശ്വരനും അതായത് ഭഗവാൻ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവും മഹേശ്വരനും. ഇവിടെ പറഞ്ഞു കണ്ടില്ലേ? പ്രഭവിഷ്ണും മഹേശ്വരം എന്നാ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സർവവ്യാപിയായിരിക്കുന്ന, എല്ലാത്തിനെയും ജയിക്കുന്ന, സർവശക്തനായിരിക്കുന്ന മഹാവിഷ്ണുവും മഹേശ്വരനും നാനാരൂപിയാണ്. അവർക്ക് ഒരുപാട് രൂപങ്ങളുണ്ട്. അസുരന്മാരുടെ ഹന്താവും ആയ പുരുഷോത്തമനെ ഞാൻ നമിക്കുന്നു. ഒരുപാട് രൂപങ്ങളുള്ള ആ ഭഗവാനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമിക്കുന്നു എന്നാ പറയുന്നത്. ഇവ ജപിച്ചതിന് ശേഷം വിഷ്ണു സഹസ്രനാമങ്ങളിൽ മഹാവിഷ്ണുവിന്റെ 12 നാമങ്ങൾ ഉപയോഗിച്ചിട്ട് കവചമുണ്ട്. ചില വിഷ്ണു സഹസ്രനാമങ്ങളിൽ, ചിലതിലില്ല. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിലുള്ളതിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇല്ലാത്തവർ വറി ചെയ്യണ്ട. അപ്പൊ ഇത്രയും നമ്മൾ ജപിച്ചതിന് ശേഷം ഇതില് ചില വിഷ്ണു സഹസ്രനാമങ്ങളില് ഭഗവാന്റെ 12 നാമങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു കവചം കാണുന്നുണ്ട്. ആ 12 നാമങ്ങൾ ഉപയോഗിച്ചുള്ള ആ കവചമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ,
കേശവാ പാതുമേ പാദൗ ജംഘേ നാരായണോ മമ. കേശവാ പാതുമേ പാദൗ ജംഘേ നാരായണ മമ. മാധവോ മേം കടിം പാതു ഗോവിന്ദോ ഗുഹ്യമേവ ച. നാഭിം വിഷ്ണുസ്തു മേ പാതു ജഡരം മധുസൂദന. മധുസൂദന എന്ന് പറഞ്ഞാലും ഭഗവാനാണ്. ഉരസ്ത്രി വിക്രമ. ഉരസ്ത്രി വിക്രമ. പാതു ഹൃദയം പാതു വാമന. ശ്രീധര പാതുമേ കണ്ഠം. ശ്രീധര പാതുമേ കണ്ഠം ഋഷികേശോ മുഖം മമ. ശ്രീധര പാതുമേ കണ്ഠം ഋഷികേശോ മുഖം മമ. പത്മനാഭസ്തു നയനേ ശിരോ ദാമോദരോ മമ. ഏവമേധാനി നാമാനി ജപകാലേ വിശേഷത. വിനസ്യേധാത്മരക്ഷാർത്ഥം. വിന്യ അതൊരു വേർഡായിട്ട് മാറ്റി വെക്കൂ. വിന്യസേ. ക്ലിയർ? വിന്യസേധാത്മ. ആത്മ ആത്മ. ഓക്കെ. വിന്യസേധാത്മ രക്ഷാർത്ഥം. രക്ഷ രക്ഷയോടുകൂടി. രക്ഷാർത്ഥം സർവമംഗള സിദ്ധയേ. അത് വായിക്കാൻ കിട്ടിയില്ലേ? അപ്പോ കേശവപാതുമേ പാദൗ ജംഘേ നാരായണോ മമ. മാധവോ മേ കടിം പാതു ഗോവിന്ദോ ഗുഹ്യമേവ ച. നാഭിം വിഷ്ണുസ്തു മേ പാതു ജഡരം മധുസൂദന. ഉരസ്ത്രീ വിക്രമ പാതു ഹൃദയം പാതു വാമന. ശ്രീധര പാതുമേ കണ്ഠം ഋഷികേശോ മുഖം മമ. പത്മനാഭസ്തു നയനേ ശിരോ ദാമോദരോ മമ. ഏവമേതാനി നാമാനി ജപകാലേ വിശേഷതേ. വിന്യസേതാത്മരക്ഷാർത്ഥം സർവമംഗള സിദ്ധയേ. അത് വായിക്കാൻ കിട്ടിയില്ലേ പാലൈന്? അതായത് കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ എന്നിങ്ങനെ 12 നാമങ്ങൾ വിശേഷമാണെന്ന് കൂർമ്മപുരാണത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ ഈ 12 നാമങ്ങളും അതിവിശേഷമാണെന്ന് കൂർമ്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുരാണ സമ്പ്രദായ പ്രകാരമുള്ള ആചമനത്തിന്, അതായത് ആചമനം ചെയ്യില്ലേ പൂജ ചെയ്യുന്നതിനേക്കാളും മുമ്പേ, അങ്ങനെയുള്ള ആചമനത്തിന് ഈ നാമങ്ങൾ പറഞ്ഞിട്ടാണ് കവിള്, കണ്ണ്, നാസാരന്ധ്രങ്ങൾ, അതായത് മൂക്ക്, ചെവികള്, നാഭി, ചുമല്, മൂർധാവ് ഇതെല്ലാം തൊടുന്നത്. പൂജ ചെയ്യുന്ന സമയത്ത് കാണാറില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്? അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ണ് തൊടുന്നത്, ഇതൊക്കെ പൂജാരിമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാറില്ലേ? അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ആചമനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു 12 നാമങ്ങളോട് കൂടിയാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം അവര് തൊട്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഇതിനെ ഓരോ പ്രധാന ഭാഗങ്ങൾ, അതായത് നമ്മുടെ ഈ പ്രധാന ഭാഗങ്ങളെല്ലാം രക്ഷിക്കാനായിട്ടാണ് ഭഗവാന്റെ ഈ നാമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്നാ പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ നാമങ്ങൾ. അതായത് പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ, എൻ്റെ മുട്ടുകളെ, കാലിൻ്റെ മുട്ടുകളെ നാരായണൻ രക്ഷിക്കട്ടെ, എൻ്റെ കടിപ്രദേശത്തെ മാധവൻ രക്ഷിക്കട്ടെ, എൻ്റെ ഗുഹ്യപ്രദേശത്തെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ, എൻ്റെ ജഡരത്തെ മധുസൂദനൻ രക്ഷിക്കട്ടെ, ഇനി നാഭിയെ വിഷ്ണു രക്ഷിക്കട്ടെ, എൻ്റെ ഊരുക്കളെ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ, എൻ്റെ ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ, എൻ്റെ കണ്ഠത്തെ ശ്രീധരൻ രക്ഷിക്കട്ടെ, എൻ്റെ മുഖത്തെ ഋഷികേശൻ രക്ഷിക്കട്ടെ, എൻ്റെ നയനങ്ങളെ കണ്ണുകളെ പത്മനാഭൻ രക്ഷിക്കട്ടെ, എൻ്റെ ശിരസിനെ ദാമോദരൻ രക്ഷിക്കട്ടെ. അങ്ങനെ ഇരുന്നിട്ട് പൂജ ചെയ്യുമ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ 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 സ്വയരക്ഷ ചെയ്യുന്നു പറയും പൂജയ്ക്ക്. ഓക്കെ, പൂജ ചെയ്യുമ്പോൾ നമ്മൾ സ്വയരക്ഷ ചെയ്യുന്നതായിട്ട്, ആ സ്വയരക്ഷ ചെയ്യാൻ ഭഗവാന്റെ ഈ 12 നാമങ്ങളാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഈ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് എന്താണ്? വിന്യസേധാത്മരക്ഷാർത്ഥം, നമ്മുടെ ഈ ആത്മരക്ഷാർത്ഥം സർവമംഗള സിദ്ധയെ. അതായത് ഈ 12 നാമങ്ങൾ ജപിക്കുന്നത് സർവമംഗളവും പ്രദാനം ചെയ്യുന്നു, മനഃശുദ്ധിയും മനഃശാന്തിയും നൽകുന്നു എന്നാ പറയുന്നത്. ക്ലിയർ? 12 നാമങ്ങൾ കൊണ്ടുള്ള
ശക്തിയാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഇനി ഉത്തരേന്ത്യയിലെ സഹസ്രനാമങ്ങളിലോ മഹാഭാരതത്തിലോ നസ്യത്തെ പറ്റി, നസ്യം അറിയാലോ, നസ്യത്തെ പറ്റി നമ്മൾ ചില സഹസ്രനാമങ്ങൾ എടുക്കുമ്പം ഇപ്പം നമ്മൾ എന്താ പറയുക, ദേവി മഹാത്മ്യം പഠിക്കുമ്പം അർഗളം, കീലകം അങ്ങനെയൊക്കെ പഠിച്ചല്ലോ, നമ്മൾ കവചമൊക്കെ പഠിച്ചല്ലോ. അതേപോലെ നസ്യം, അതായത് നസ്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ദക്ഷിണേന്ത്യയിൽ വിഷ്ണു സഹസ്രനാമത്തിന്, നമ്മളുടെ ഇങ്ങോട്ടേക്കുള്ള വിഷ്ണു സഹസ്രനാമത്തിന് നസ്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പ്രചാരത്തിലുണ്ട് താനും. ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചിട്ട്, നമുക്ക് ഏത് ദേവതയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച്, നമ്മൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ ചിലപ്പോൾ ദേവി ആരാധന ചെയ്യുന്നവരുണ്ടാവും, ഭഗവാനെ ആരാധിക്കുന്നവരുണ്ട്, അങ്ങനെ ഹനുമാൻ സ്വാമി ആരാധിക്കുന്നവരുണ്ട്, വട്ടവർ. അപ്പൊ നമ്മൾ ഏത് ദേവതയാണോ ഇഷ്ടദേവത നമുക്ക് ആരാണ്, എല്ലാം ഭഗവാൻ തന്നെ, എങ്കിൽ കൂടിയും ഇഷ്ടഭാവത്തിൽ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് ശ്രദ്ധയോടുകൂടി ആരാധന നടത്തി വരുമ്പോൾ ഭക്തരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ നസ്യം, അതായത് ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇഷ്ടദേവതയെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചിട്ട് പ്രാർത്ഥനാദികൾ ചെയ്യുന്ന സമയത്ത് ഭക്തരെ സഹായിക്കാൻ, അതായത് നമ്മൾ നസ്യം ചെയ്യാന്ന് പറയില്ലേ, ഭക്തരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അവയവങ്ങളിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നതിനാൽ നമ്മൾ ഓരോരോ അവയവങ്ങളിലും ഭഗവാൻ ഇന്ന സ്ഥലങ്ങളിൽ നമ്മളെ രക്ഷിക്കട്ടെ 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 എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പ്രതിഷ്ഠിക്കുന്നത് കൊണ്ട് ഈ ജഡമായിരിക്കുന്ന, നമ്മുടെ ശവമായിരിക്കുന്ന ഈ ശരീരം, നമ്മുടെ ശരീരത്തിൽ ഒന്നുമില്ല, വേസ്റ്റാണ്, ഭഗവാൻ പോയാൽ നമ്മൾ തീർന്ന്. അപ്പൊ ഈ ജഡമായിരിക്കുന്ന ഈ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളിൽ നമ്മൾ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഈ ശരീരം പരിപാവനമായി മാറുന്നു. മനസ്സിലായില്ലേ? തൻ്റെ ആത്മാവ്, നമ്മുടെ ആത്മാവ് ഇഷ്ടദേവതയുമായി യാതൊരു വ്യത്യാസവുമില്ലെന്ന് ഉദ്ബോധിപ്പിക്കാനാണ് ഈ കർമ്മം നമ്മൾ ചെയ്യുന്നത് പൂജാ സമയത്ത്. ഓക്കെ, നമ്മളുടെ ആത്മാവും ഭഗവാനും നമുക്ക് തുല്യമാണ്. അപ്പൊ അത്രയും പരിശുദ്ധിയോടുകൂടി ഭഗവാൻ ഇരിക്കുന്ന ഈ ശരീരത്തെ നമ്മൾ കാണണം. ഈ ശരീരത്തെ ഒരിക്കലും നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല, നമ്മൾ ഈ ശരീരത്തെ ഒരിക്കലും വൃത്തിയില്ലാതെ സൂക്ഷിക്കാൻ പാടില്ല, തെറ്റായ കാര്യങ്ങൾക്ക് നമ്മൾ ഈ ശരീരം ഉപയോഗിക്കാൻ പാടില്ല, നോൺ വെജ് കഴിച്ചിട്ടൊന്നും നമ്മൾ ഈ ശരീരത്തില് സാത്വിക ഗുണം കളയാൻ പാടില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, സാധാരണ ജപങ്ങളിൽ നമ്മൾ സാധാരണ നടത്തുന്ന കുറേ ജപങ്ങളുണ്ട്. ആ ജപങ്ങളിൽ ഋഷിന്യാസം, ചന്ദന്യാസ്യം, ദേവതാന്യാസ്യം, ബീജന്യാസം, ശക്തിനാസ്യം, കീലകനാസ്യം, വിനിയോഗനാസ്യം, അതുപോലെ കരന്യാസ്യം, അംഗന്യാസം, ദിഗ്ബന്ധം, ധ്യാനം, തത്വപഞ്ചപൂജ, ദിഗ്വിമോകം, സമർപ്പണം, ഇങ്ങനെ ഒരുപാട് വിധികളുണ്ട്, ഒത്തിരി വിധികൾ പൂജാവേളയിലുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ വിഷ്ണു സഹസ്രനാമ ജപത്തിൽ എല്ലാ സ്ഥലങ്ങളിലുള്ള വിഷ്ണു സഹസ്രനാമങ്ങളിലും ഇല്ല, പലതിലും പല ഭാവങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അസ്യ ശ്രീർ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മന്ത്രസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു, നമ്മൾ അടുത്ത ലൈനിലേക്കാണ് പോകുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണേ. അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ എന്ന് പഠിക്കണം. ആദ്യത്തെ ലൈന് അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്ര നാമ സ്തോത്ര മഹാമന്ത്രസ്യ, ആ ഒരൊറ്റ ലൈൻ മാത്രം വായിക്കൂ കേട്ടോ. ഈ ഒരു എന്താ പറയാ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ടാണ് നമ്മൾ നസ്യം ആരംഭിക്കുന്നത്. അപ്പം അതായത് നമ്മുടെ സമസ്ത ശരീരത്തിന്റെ ഭാഗങ്ങളും ഭഗവാന് വേണ്ടി നമ്മൾ സമർപ്പിച്ച് നമ്മുടെ ആ ഭാഗങ്ങളെയെല്ലാം ഭഗവാൻ രക്ഷിക്കട്ടെ, നമ്മുടെ ആത്മാവിനോട് കൂടി നമ്മൾ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ആരംഭിക്കുന്നത് തന്നെ. അതാ പറഞ്ഞ അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസ ഭഗവാൻ ഋഷി, ശ്രദ്ധിച്ചു വായിക്കാം, ശ്രീ വേദവ്യാസ ഭഗവാൻ ഋഷി. അതിലേക്ക് നമുക്ക് പോകുന്നതിനേക്കാളും മുന്നേ അപ്പൊ നമ്മൾ നസ്യം ആരംഭിക്കുകയാണ്, വിഷ്ണു സഹസ്രനാമത്തിന്റെ നസ്യം ആരംഭിക്കണം. ഓക്കെ, വലത് കൈവിരലുകളുടെ അഗ്രഭാഗം കൊണ്ട്, വലത് കൈയുടെ അഗ്രഭാഗം കൊണ്ട് മൂർധാവിനെ സ്പർശിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ പൂജാവേളയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ അത്രയ്ക്കൊന്നും പോകണ്ട, നമ്മൾ ജസ്റ്റ് പാരായണം ചെയ്ത് ഭഗവാനെ സമർപ്പണം ചെയ്യുക, അത്രേ വേണ്ടു. അങ്ങനെ ഭഗവാൻ വേദവ്യാസനാണ് അല്ലെ. അപ്പോൾ ഈ ഭഗവാൻ എന്ന് പറയുന്നത്, വേദവ്യാസൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അത് ആധികാരികമായിട്ട് പൂജാവേളയിൽ ചെയ്യുമ്പോൾ അവർ അങ്ങനെയാണ് ചെയ്യാറ്. ഓരോരോ ഭാഗങ്ങളായിട്ട് സ്പർശിച്ചതിന് ശേഷമാണ്, കണ്ണൊക്കെ ഇങ്ങനെ സ്പർശിച്ചതിന് ശേഷമാണ് ഓരോ പൂജകളും കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഭക്തർ അത്രയ്ക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട കേട്ടോ, കാരണം നമുക്ക് അങ്ങനെയൊന്നും കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിന്റെ ഋഷി എന്നർത്ഥം വരുന്ന വേദവ്യാസോ ഭഗവാൻ ഋഷി എന്ന് പറയുന്നില്ലേ, ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ടുപ്ചന്ദഹ എന്ന് പറയുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി മന്ത്രദ്രഷ്ടാവാണ്, ആ മന്ത്രങ്ങളെ കണ്ടിരിക്കുന്നത് ഋഷിവര്യന്മാരാണ്. വേദവ്യാസനെ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം, അദ്ദേഹമാണ് നമുക്ക് ഇതെല്ലാം നൽകിയിരിക്കുന്നത്. അതിനാൽ ഈ ഒരു ഇതൊരു ഗുരുവന്ദനം കൂടിയായിട്ട് നമ്മൾ എടുക്കണം.
ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ നസീം എന്ന് പറയുന്നത് ഗുരുവന്ദനമാണ്. ആ ഗുരു ആണ് നമ്മൾക്ക് ഇത് തന്നിരിക്കുന്നത്. അതാ പറയുന്നത്, അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീദേവത വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ടുപ് ചന്ദ്ര ശ്രീ മഹാവിഷ്ണു പരമാത്മ ശ്രീമൻ നാരായണോ ദേവത അമൃതാം ശൂദ്ഭവോ ഭാനുദ്യുതി ബീജം ദേവകീ നന്ദന സൃഷ്ടേതി ശക്തി ഉദ്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്ര ശൃംഗവൃന്ദ നന്ദകീ ചക്രതി കീലകം ശാർഗധ്വനാഗതാതര ഇതി സ്ത്രം രഥാംഗപാണിരക്ഷോഭ്യ ഇതി നേത്രം സാമ സാമക സാവേദി കവചം ആനന്ദം പരമ ബ്രഹ്മേദിയോനി ഋതു സുദർശന കാലേ ഇതി ദിഗ്ബന്ധോ ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗേ. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കത് സ്ഥിരം പഠിച്ചു വരുമ്പോൾ, അത് വായിച്ചു വരുമ്പോൾ നമുക്കത് പഠിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു നസ്യത്തിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഇത്ര സ്പീഡിൽ നിങ്ങൾക്ക് കിട്ടൂല, ഫ്യൂച്ചറിൽ കിട്ടും. പക്ഷെ അത് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ഈ ഒരു നസ്യം പഠിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ വേദവ്യാസൻ എന്ന് പറയുന്ന ഈ ഋഷി സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് ഈ ഒരു നസ്യം എന്ന് പറയുന്നത് ഒരു ഗുരുവന്ദനം കൂടിയാണ്. വേദവ്യാസ മുനിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഗുരുവന്ദനമാണ്. ഓക്കെ, 32 അക്ഷരങ്ങൾ വരുന്നതും ഓരോ വരിയിലും 8 വീതവും 4 വീതവും ഉള്ള വരികളാണ് അനുഷ്ടുപ് എന്ന് പറയുന്നത്. കുറച്ച് ബോറടിക്കും ഇത് കേൾക്കുമ്പോൾ, അത് കേട്ടുവിടൂ. ഓക്കെ, കേട്ടിട്ടങ്ങ് പോയാൽ മതി, കൂടുതൽ തിങ്ക് ചെയ്യണ്ട. അപ്പോൾ അനുഷ്ടുപ് ചന്ദ എന്ന് നമ്മൾ മനസ്സിൽ ഉച്ചരിക്കുമ്പോൾ തന്നെ ചുണ്ടുകളെ വലതു കൈവിരൽ കൊണ്ട് സ്പർശിക്കണം. അനുഷ്ടുപ് ചന്ദ നമ്മൾ പറയാറില്ലേ, അത് ഭഗവാനോട് നമ്മൾ അടിയൻ എന്ന് പറയുന്നത് പോലെ, അതായത് ഒരു ആദരവാണത്. ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട, ജസ്റ്റ് കേട്ട് പോവുക. വായിക്കാനുള്ള ഒരു ഇത് പഠിപ്പിച്ചു തരാം. ഇതിന്റെ ജസ്റ്റ് അർത്ഥം മാത്രമാണ്. അനുഷ്ടുപ് ചന്ദ അതൊക്കെ വരുന്ന സമയത്ത് അത് പൂജാവേളകളിലാണ് അത് വരുന്നത്. ഈശ്വരൻ എല്ലാ ഭൂതങ്ങളുടെ ഹൃദയത്തിലും, ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടെന്ന് ഭഗവാൻ ശ്രുതി സ്മൃതി ന്യായം എന്നിവയിൽ കൂടി നമ്മളെ മനസ്സിലാക്കുകയാണ്. ഭഗവാൻ എല്ലാ ഭൂതങ്ങളിലും ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആത്മാവ് തന്നെയാണ് മഹാവിഷ്ണു എന്ന ബോധ്യം വരുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ആത്മാവ് എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഈശ്വരൻ, അത് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീ നാരായണനായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന മഹാവിഷ്ണു തന്നെയാണ് ഈ മന്ത്രത്തിന്റെ ദേവത എന്നർത്ഥം. ഈ നസ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്ന് പറയുന്നത് തന്നെയാണ് ഭഗവാൻ. ആ ആത്മാവിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ആത്മാവിനെ എപ്പോഴാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ആവശ്യമില്ലാത്ത ചിന്താഗതികൾ, സംശയങ്ങൾ, ദ്രോഹങ്ങൾ, മറ്റുള്ളവർക്ക് കുറ്റം ചെയ്യുക, ഉപദ്രവം ചെയ്യുക, അവരെക്കുറിച്ച് മോശം പറയുക, ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജപിച്ചതിൻ്റെ, ക്ഷേത്രങ്ങളിൽ പോയതിൻ്റെ, നമ്മുടെ പേരിൽ എത്രയോ അർച്ചനകൾ, പൂജകൾ, വഴിപാടുകൾ ചെയ്തതിൻ്റെ, നമ്മൾ ഏകാദശി വ്രതം എടുത്തതിൻ്റെ, സമർപ്പണം ചെയ്തതിൻ്റെ, ഈശ്വരനെ കേട്ടതിൻ്റെ, അറിഞ്ഞതിൻ്റെ, സത്സംഗം കേട്ടതിൻ്റെ എല്ലാത്തിൻ്റെയും പുണ്യം അങ്ങ് നശിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഇങ്ങനെയുള്ള തെറ്റായ എന്ത് പ്രവൃത്തി ചെയ്യാൻ പോയി കഴിഞ്ഞാലും നമ്മളിലുള്ള സകല പുണ്യം അങ്ങോട്ട് പോകും. പിന്നെ എന്തായി? നമ്മൾക്ക് നെഗറ്റീവ്സ് നമ്മുടെ ഉള്ളിൽ കയറും. പിന്നെ നമ്മുടെ ജീവിതം വേസ്റ്റായി, വീണ്ടും നമ്മൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കണം. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോരുത്. നമ്മുടെ ഓറയെ നമ്മൾ നശിപ്പിക്കരുത്. ഓരോ വട്ടം നമ്മളിങ്ങനെ വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഓറ ഇങ്ങനെ പോസിറ്റിവിറ്റി വരികയാണ്. അതാണ് നമ്മളിങ്ങനെ ഡെയിലി വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, ദേവി മഹാത്മ്യം, പിന്നെ ജപം, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അവരുടെ മുഖത്തൊരു പ്രത്യേക ചൈതന്യം ഉണ്ടാവും. ആ ചൈതന്യം നമ്മുടെ ഓറയിലൂടെ ലഭിക്കുന്ന ഒരു പോസിറ്റിവിറ്റിയാണ്. ഈ പോസിറ്റിവിറ്റി എപ്പോഴാണ് നശിക്കുന്നത്? നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊടുക്കുമ്പോൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊടുക്കുമ്പോൾ, തെറ്റായ കാര്യങ്ങൾ കേൾക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരുടെ അസൂയ തോന്നുക, അവരുടെ വളർച്ചയെ ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ കാണുക, അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നമ്മൾ പോകരുത്. അത് ശരിയോ തെറ്റോ അത് ഈശ്വരൻ നോക്കിക്കോളും, നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് ഭഗവാൻ നോക്കിക്കോളും. നമ്മൾ ധാർമ്മികമായ രീതിയിൽ മുന്നോട്ട് പോകാം. നമ്മളെ കൊണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യുന്നു. നമ്മളെക്കുറിച്ച് ആരെന്ത് പറയണേ, നമ്മളൊരാളെ കുറിച്ച് പറയണ്ട. കാരണം എന്താ? നമ്മുടെ ഓറ നശിച്ചു പോകും. ഒരു പണിയില്ലാത്തവൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. അതും കേട്ടുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കാലം ജപിച്ചതിൻ്റെയും വായിച്ചതിൻ്റെയും ഏകാദശി എടുത്തതിൻ്റെയും ഭാഗവത സപ്താഹം കേട്ടതിൻ്റെയും എല്ലാ പുണ്യവും പോയി കിട്ടും. എത്രയോ കോടി ജന്മങ്ങളിൽ എന്തൊക്കെയോ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ജന്മം എടുത്തതും ഇതൊക്കെ കേൾക്കാൻ സാധിക്കുന്നതും അതിന് ഭഗവാൻ ഒരു അവസരം തന്നതും. അപ്പം അത് നശിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റൊരു കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുക്കാൻ പാടില്ല. ക്ലിയർ? അപ്പോൾ എല്ലാ മന്ത്രത്തിൻ്റെയും ദേവത ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഈ മഹാവിഷ്ണു പരമാത്മ ശ്രീമൻ നാരായണോ ദേവത എന്നാ പറയുന്നത് എന്ന് സ്മരിച്ച് നമ്മൾ മാറിടത്തെ തുടങ്ങണം. ഇതാണ് എല്ലാത്തിൻ്റെയും
ശക്തിയായിരിക്കുന്ന ആ ഭഗവാൻ, ആ ആത്മാവിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണ് ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ് ആര്? ഈശ്വരൻ. ഒരു വൃക്ഷം ഫലം തരുന്നത് പോലെ, ഒരു വൃക്ഷത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കുറെ കായ്കളൊക്കെ കിട്ടും അല്ലെ, ഫലം കിട്ടുന്നത് പോലെ മന്ത്രങ്ങളും ഫലം നൽകുന്നുണ്ട്. നമ്മൾ ജപിക്കുന്ന ഓരോ മന്ത്രങ്ങളും നമുക്ക് ഫലം നൽകുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ ഈ വിഷ്ണു സഹസ്രനാമം. അപ്പൊ വിഷ്ണു സഹസ്രനാമത്തെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ആ വിഷ്ണു സഹസ്രനാമത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ആ മന്ത്രങ്ങളിൽ നിന്ന് ഒത്തിരി മന്ത്രങ്ങളാണത്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഫലം കിട്ടുന്നുണ്ട്. മന്ത്രങ്ങളുടെ സൂക്ഷ്മ രൂപശക്തിയാണ് ബീജം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നത്? മന്ത്രങ്ങളുടെ സൂക്ഷ്മ രൂപമാണ് ബീജം എന്ന് പറയുന്നത്. എല്ലാ ശക്തികളും ഈ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലെ എല്ലാ ശക്തിയും അടങ്ങിയിരിക്കുന്നുണ്ട്. അമൃതാംശുദ്ഭവ എന്ന് പറയുന്നില്ല ഇതിൻ്റെ അകത്ത്? അമൃതാംശുദ്ഭവ വായിച്ചു നോക്കിക്കേ. അപ്പോൾ ഈ ഒരു അമൃതാണിത്. ആ ഒരു അമൃതാംശുദ്ഭവ എന്ന് പറയുന്ന ആ ഒരു നാമം 283 നാമമാണ് ബീജം എന്ന് പറയുന്നത്. അമൃതിന് തുല്യമായിരിക്കുന്നതാണത്. മാറിടത്തിലെ ഹൃദയഭാഗത്ത് ഇത് പറഞ്ഞ് വലത് കൈകൊണ്ട് നമ്മൾ തൊടുന്നുണ്ട്. ബീജത്തിൽ അടങ്ങിയ വീര്യമാണ് ശക്തി. ആ ശക്തിയാണ് നമ്മളിലേക്ക് എടുക്കാൻ പോകുന്നത്. വിഷ്ണു സഹസ്രനാമത്തിലൂടെ ആ ഒരു ശക്തിയെ നമ്മൾ എടുക്കുകയാണ്. ഇത്ര കാലം നമ്മളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ നെഗറ്റീവ്സിനെയും നമ്മൾ അടിച്ച് തളിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വിഷ്ണു സഹസ്രനാമം നമ്മളിലേക്ക് അങ്ങ് ലയിപ്പിക്കണം, നമ്മുടെ ഹൃദയത്തിലേക്ക്. അത് നമ്മുടെ ഓറയെ വന്നിട്ട് ഡെവലപ്പ് ചെയ്യണം. ആ ഓറ ഡെവലപ്പായി വലിയൊരു പോസിറ്റീവ് വൈബ്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ്സ് നമ്മളിലേക്ക് അടുക്കില്ല. നമ്മൾക്ക് എന്താണോ സംഭവിക്കാൻ പോണത് അത് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും. നമുക്ക് ഒരാളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, അറിയാൻ പറ്റും. നമുക്കൊരു സിക്സ്ത് സെൻസ് തന്നെ നമുക്ക് വർക്കാവും. അപ്പൊ ആ ഒരു ഈശ്വരീയ ചൈതന്യത്തെ നമ്മളിലേക്ക് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ ബീജത്തിലൂടെയൊക്കെ നമ്മൾ എടുക്കുകയാണ്. ആ വീര്യത്തെ, ആ ശക്തിയെ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ടോ ധർമ്മത്തിന്റെയും ശാന്തിയുടെയും ഉറവിടമാണ് വിഷ്ണു സഹസ്രനാമം. ധർമ്മമാണ്, ശാന്തിയാണ്. നമുക്ക് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് അല്ലെ. ചിലർ ദേവകീ നന്ദന സൃഷ്ടേ ശക്തി എന്ന് ഉച്ചരിച്ചിട്ട് നാഭി തൊടും, ഇവിടെ നാഭിയിൽ തൊടും. മറ്റു ചിലര് മാറിടത്തിൽ വലത് കൈ കൊണ്ടും തൊടും. അതായത് അത്രയും ശക്തിയുണ്ട്. നമ്മൾ നമ്മുടെ ഈശ്വരനെ, ആ ഒരു വിഷ്ണു സഹസ്രനാമത്തെ നമ്മളിലേക്ക് ഇങ്ങനെ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഭവക്ഷവണോദേവ ഇതി പരമോ മന്ത്ര. മനസ്സിലായില്ലേ? അപ്പോ എന്ന് പറഞ്ഞ് കൈകൂപ്പുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൃഷ്ടിയുടെ ആദ്യത്തെ പടി ശോഭനമാണല്ലോ. സൃഷ്ടിയുടെ ആദ്യത്തെ പടി ശോഭനമാണല്ലോ. പരബ്രഹ്മമാകുന്നു ഈ മന്ത്രം കാണിക്കുന്നത്. ഭഗവാനാണ് നമുക്ക് ഈ മന്ത്രങ്ങളെല്ലാം കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ഭാവത്തെ ആണി വെച്ച് ഉറപ്പിക്കുന്നത് പോലെ നമ്മളെ ആ ഒരു നമ്മളിലേക്ക് ഇത് വിഷ്ണു സഹസ്രനാമം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ഈശ്വരനെ നമ്മളിലേക്ക് എന്താ പറയാ ലയിപ്പിക്കുന്ന ആ ഒരു ആണി വെച്ച് നമ്മൾ എങ്ങനെ അടിച്ചുറപ്പിക്കുന്നത് പോലെ ദൃഢമാണ് കീലകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ടത് ആ കീലകം, നമ്മൾ കവചവും കീലകവും ധ്യാനവും എന്താ പറയാ നസ്യവും എല്ലാം നമ്മളൊരു ആണി വെച്ച് ഉറപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവില്. അപ്പോൾ കീലക മന്ത്രം പറഞ്ഞ് നമ്മൾ ഹൃദയത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഹൃദയത്തിലേക്ക് നമ്മൾ മറ്റൊന്നും കൊണ്ടുവരാൻ പാടില്ല. ധർമ്മം, മനഃശാന്തി, സ്വസ്ഥത, ജപം, പോസിറ്റീവ്, അത് മാത്രം. മറ്റൊന്നും നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരരുത്. അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ ആണി വെച്ച് ഉറപ്പിക്കുകയാണ് വിഷ്ണു സഹസ്രനാമം. മറ്റൊരാചാരപ്രകാരം ഋഷി, ഛന്ദസ്, ദേവത എന്നിവയ്ക്ക് മുൻപേ, ഇതൊക്കെ ചില സഹസ്രനാമങ്ങളും ചില മന്ത്രങ്ങളും പഠിക്കും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ മുൻപ് പ്രസ്താവിച്ചതുപോലെയാണെങ്കിലും ശക്തി എന്ന് പറയുമ്പോൾ നാഭിയിലും കീലകം എന്ന് പറയുമ്പോൾ അവനവന്റെ പാദങ്ങളിലും തൊടുന്നുണ്ട് ചില പൂജാരിമാർ. അത് പല പല സമ്പ്രദായങ്ങൾ നമുക്ക് ഇന്ത്യയിലുണ്ട്. അപ്പൊ ആ സമ്പ്രദായങ്ങൾക്ക് അനുസരിച്ചാണ് അവരത് ചെയ്യുന്നത്. കാരണം എന്താണ്? ഗുരുവിനെ സ്വന്തം ശിരസിൽ വഹിക്കുകയാണ് നമ്മൾ. ഗുരുവിനെ നമ്മുടെ സ്വന്തം ശിരസിലാണ് നമ്മൾ വഹിക്കുന്നത്. നമ്മുടെ ഗുരുവിനെ ഛന്ദസ്, അതായത് വേദത്തെ ഉദ്ഘോഷിക്കുന്ന സ്ഥാനമായിരിക്കുന്ന ചുണ്ടുകളെ ഛന്ദസ് എന്ന് പറയുമ്പോൾ സ്പർശിക്കുകയാണ്. നമ്മൾ വേദങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? ചുണ്ടുകൾ കൊണ്ട്, വായ കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഛന്ദസ് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചുണ്ടുകളെ, അധരങ്ങളെ സ്പർശിക്കുകയാണ്. അപ്പോൾ പിന്നെയോ ദേവതയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഈ ധ്യാനവും കീലകവും ഛന്ദസ്സും എല്ലാം പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈശ്വരനെ, ആ ഭഗവാനെ നമ്മൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ശക്തി എന്ന് പറയുമ്പോൾ അതിന്റെ ഉറവിടമായിരിക്കുന്ന നാഭി, ഒരു ജന്മം എടുക്കുന്ന എവിടെയാണ്? നാഭിയിലാണ് അല്ലെ. ഭഗവാന്റെ നാഭിയിൽ നിന്നല്ലേ താമരത്തണ്ട് വന്നിട്ട് അതിൽ ബ്രഹ്മദേവൻ ഇരിക്കുന്നത്. എല്ലാ സ്ത്രീകളും എല്ലാ ജീവാത്മാക്കളെയും എല്ലാം നമ്മുടെ തലമുറയെ വഹിക്കുന്നത് എവിടെയാണ്? നാഭിയിലാണ്. അപ്പൊ അവിടെ ആ ശക്തിയുടെ, അതായത് ആ ശക്തിയുടെ ഉറവിടം എന്ന് പറയുമ്പോൾ അതിന്റെ ഉറവിടമായിരിക്കുന്ന നാഭിയെ തൊടാണ്. കീലകം എന്ന് പറയുമ്പോൾ നമ്മൾ കാലുകൾ തൊടാണ്, പ്രണാമത്തെ സൂചിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത്രയെല്ലാം ചെയ്തിട്ട് ഇവ ചെയ്യുന്നതോടുകൂടി ദേഹം ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്നും തൊടാതെ തന്നെ ഈ മന്ത്രങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ മന്ത്രം എന്ന് പറയുന്ന ശക്തിയാണ്. അതിന്റെ പരിപാവനമായിരിക്കുന്ന ഒരു ശക്തി, ഒരു പോസിറ്റിവിറ്റി ആ മന്ത്രങ്ങളിലുണ്ട് അല്ലെ. ഇതൊന്നും നമ്മളിങ്ങനെ വ്യക്തമായി ചെയ്യാതെ തന്നെ നമ്മൾ പറയുകയാണെന്ന് വെച്ചോ, ദേഹം പാവനമായിരിക്കുന്ന ഒരു ക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ സമയത്തും നമ്മളിങ്ങനെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മളിങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ തന്നെ ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാങ്ക് കഴുകി വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം എല്ലാം ഇങ്ങനെ
ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ രക്ഷിപ്പാനായിട്ട് ശാർഗധ്വനാഗതാതര ഇതിസ്ത്രം എന്ന് ധ്യാനിക്കുന്നുണ്ട്. ശാർഗം മഹാവിഷ്ണുവിന്റെ വില്ലാണ്, മനസ്സിലായില്ലേ? പിന്നെ ഗദ മറ്റൊരു ആയുധമാണ് ഭഗവാന്റെ, വേറൊരു ആയുധം. ഇത് ഉച്ചരിച്ചുകൊണ്ട് വലത് കൈയിലെ ചൂണ്ടാണി വിരല്, ഓക്കെ, നടുവിരല് ഇടത്തെ കൈപ്പടത്തിൽ അടിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലേ? അതായത് പല നമ്മള് പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരത് ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ട്. അപ്പൊ എന്തിനാന്നുള്ളതാണ് ഇത്ര കാലം അറിയാത്തത്. അപ്പോൾ എന്താണ് ഈ ഒരു ചൂണ്ടാണി വിരൽ കൊണ്ടും നടുവിരൽ കൊണ്ടും ഇടത്തെ കൈന്റെ കൈപ്പത്തിൽ നമ്മളിങ്ങനെ അടിക്കും പൂജ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പാർത്ഥസാരഥിയായിരിക്കുന്ന മഹാവിഷ്ണുവിനെയാണ് നേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്. ഓക്കെ, യുദ്ധക്കളത്തിലെ യോദ്ധാവിനെ തക്ക സമയത്ത് വേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്നത് സാരഥിയാണ്. അപ്പൊ അർജുനനെ വേണ്ട സമയത്ത് എത്തിച്ചതാരാ? സാരഥിയായിരിക്കുന്ന ഭഗവാനാണ്. അപ്പൊ സാരഥിയുടെ ദൃഷ്ടി എല്ലാ ദിശയിലും എത്തണം. ആ രഥം ഓടിക്കുന്ന സാരഥിയുടെ ദൃഷ്ടി എല്ലാ സ്ഥലങ്ങളിലും എത്തേണ്ടത് കൊണ്ട് സദാ ജാഗരൂകനായിരിക്കുന്ന ദൃഷ്ടി എല്ലാ സ്ഥലങ്ങളിലും എത്തിയിരിക്കണം. അതിനാൽ രഥാംഗപാണി രക്ഷോഭോ ഇതി നേത്രം എന്ന് ധ്യാനിച്ചിട്ട് വിരലുകളുടെ അറ്റം കൊണ്ട് കണ്ണുകളെ തൊഴുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ പൂജാ സമയത്ത്? അപ്പോ ഉണ്ട് കവചവും കീലകമൊക്കെ ഉണ്ട്, ധ്യാനം, ഛന്ദസ് എല്ലാം ഉണ്ട്. അതെല്ലാത്തിലും ഉണ്ട് അമ്മേ, എല്ലാത്തിലും ഉണ്ട്. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു സാരഥിയായിരിക്കുന്ന ആ സാരഥിയുടെ, പാർത്ഥസാരഥിയുടെ ദൃഷ്ടി എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. അതാണ് ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ മൂന്ന് സാമങ്ങളെ കൊണ്ട് മഹാവിഷ്ണു സ്തുതിക്കപ്പെടുകയാണ്. മനസ്സിലായോ? അതാണ് സർവരക്ഷയായിരിക്കുന്ന മന്ത്രം. ത്രിസാമസാമക സാമേതി കവചം എന്ന് പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു തന്നെ നമ്മുടെ കവചം എന്ന് സങ്കല്പിച്ചിട്ട് വലത് കൈവിരലുകളാൽ ഇടത്ത് ചുമലും ഇടത് കൈവിരലുകൾ വലത്തെ ചുമലും നമ്മൾ തൊടുന്നുണ്ട്. പൂജ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് കാണാറില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ കുറെയൊക്കെ മനസ്സിലായത് ഒരുപാടുണ്ട്. പൂജയുടെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് ഇവിടെ വേറെ തന്നെ ഉണ്ട്. അപ്പൊ അത് ഒരുപാട് ഡീപ്പായിട്ട് പോയാൽ നമുക്ക് ഇന്നൊന്നും മനസ്സിലാവൂല. കുറേ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ അവരിങ്ങനെ കുറെ ഇങ്ങനെയൊക്കെ കാണിക്കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കാണിക്കും, ഇതൊക്കെ എന്താ എന്നിങ്ങനെ ചിന്തിക്കും. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ കുറെ അർത്ഥങ്ങളുണ്ട്. അത് ഓരോരോ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് ഇങ്ങനെ കയറ്റി പറഞ്ഞുതരാം ഓരോന്നും എന്താന്നുള്ളത്. നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതിന്റെയൊക്കെ അന്തരാർത്ഥം എന്താണ്, അടിസ്ഥാനം എന്താണ്. വെറുതെ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്ന പോലെയാണെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഇതിനൊക്കെ ഭയങ്കരം രക്ഷായന്ത്രങ്ങളാണ്. ഇതിനൊക്കെ ഭയങ്കരമായ ഒരു സത്യമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവരാ ചെയ്യുന്നത് അവര് ഭഗവാനെ ആവാഹിക്കുകയാണ്, അവര് പരിപാവനമായി. അപ്പൊ ഇത്രയും ചെയ്ത് ആ ഒരു ശരീരത്തിലേക്ക് ഭഗവാനെ, ആ ഒരു ദേവതയെ ആവാഹിച്ച് അവരെ പരിപാവനമാക്കി കഴിഞ്ഞാൽ ഈ പുറത്തു നിന്ന് വരുന്ന ആൾക്കാരൊക്കെ കുളിക്കാതെ വന്നിട്ടും മറ്റായിട്ടൊക്കെ പൂജാരികളെ തൊടാൻ പാടില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന വ്യക്തികൾ ഇങ്ങനെ നമ്മൾ പൂജാരിമാർക്ക് കൊടുക്കും ഇട്ടോളൂ എന്ന് പറയുന്നത്, സ്പർശനം. കാരണം എന്താ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ സ്പർശിച്ചും ഇതാക്കിയൊക്കെ വരികയാണ്. നമ്മൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ ചെറിയ വിധത്തിൽ നമ്മളൊരു അശുദ്ധി ഉണ്ടാവും. അപ്പൊ അവര് പോയിട്ട് ഇത്രയും പരിപാവനമാക്കി കൃത്യമാക്കി വെച്ചിട്ട് എന്താ പറയുന്നത്, പോയി ദേവതയെ തൊടുന്ന സമയത്ത് ശ്രീലകത്ത് പോയിട്ട് വീണ്ടും തൊടുമ്പോൾ നമ്മൾ പോയി അവരെ തൊടാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾ പോയിട്ട് ആ പൂജാരിമാരെ തൊടാൻ പാടില്ല. അതാണ് അശുദ്ധി ആവാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് പല ആൾക്കാരും, എല്ലാവരും മനുഷ്യരല്ലേ, അവരെ തൊട്ടാൽ എങ്ങനെ അശുദ്ധിയാവാ, ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരും. പക്ഷെ ഇതൊന്നല്ല ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. നമ്മൾ ഹിന്ദുക്കൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. അത്രയും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു സത്യം, ഒരു ഭയങ്കരമായ ഒരു ശക്തിയുള്ള ആരാധനാക്രമങ്ങളിലൂടെയാണ് നമ്മൾ പോണത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ പരിപാവനമായി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, വിശ്വം ദൃശ്യമാക്കിയ പരബ്രഹ്മം തന്നെയാണ് പരമാനന്ദം. ഈ ലോകം നമുക്ക് കാണിച്ചു തന്ന ആ ഒരു ഭഗവാൻ തന്നെയാണ് എന്ത്, പരമാനന്ദം എന്ന് പറയുന്നത്. ജഗത്തിന്റെ മാതാവ്, ഈ ലോകത്തിന്റെ അച്ഛനും അമ്മയും എല്ലാം ആ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ആനന്ദം പരമബ്രഹ്മേദിയോനി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, നാഭിക്ക് ചുവടെ സ്പർശിക്കുന്ന ആചാരമുണ്ട്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചൊല്ലിപ്പോവാ. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ചൊല്ലുക. ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളോടെയും ഇങ്ങനെയുള്ള സ്പർശനങ്ങളോടെയും ഒക്കെ ചൊല്ലുന്നുണ്ട്. ഭഗവാൻ തന്നെയാണ് ഈ ജഗത്ത് മുഴുവനുള്ളത്. ഈ ലോകം മുഴുവൻ ആയിരിക്കുന്നു ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് വിരലുകൾ കോർത്ത് ധ്യാന നിരതനായിരുന്നു കൊണ്ട് ഇങ്ങനെ തൊടുന്നതിന് വരെ ഇങ്ങനെ ചെയ്യാറില്ലേ? വിരലുകൾ കോർത്തുകൊണ്ട് പൂജ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറില്ലേ? അത് എന്താ പറയുന്നത് വെച്ചാൽ, അതുകൊണ്ട് വിരലുകൾ കോർത്തിട്ട് ഇതിങ്ങനെ കോർക്കുകയാണ് ചെയ്യുന്നത്. കോർത്തിട്ട് ധ്യാന നിരതനായിരുന്നു കൊണ്ട്, ധ്യാനിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്, മനസ്സിൽ ധ്യാനിക്കേണ്ട മന്ത്രമാണ് വിശ്വരൂപസ്തുതി ധാനം. മനസ്സിലായി? വിശ്വരൂപസ്തുതിയുടെ ധ്യാനമുണ്ട്. അതിങ്ങനെ വിരലുകൾ കോർത്തുകൊണ്ട് ആ പൂജാരി, പൂജ ചെയ്യുന്ന വ്യക്തി വിരലുകൾ കോർത്തുകൊണ്ട് ധ്യാനിക്കും വിശ്വരൂപം. അതായത് ഈ ജഗത്ത് മുഴുവൻ ഭഗവാനാണ്, സമസ്തവും ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. അവര് അതാണ് ചെയ്യുന്നത്. ഓക്കെ, ആധ്യാത്മിക തലത്തില് നമ്മൾ കുറച്ച്
ഈ എന്താ പറയാ ആധ്യാത്മികത അറിയാലോ, ആധ്യാത്മിക തലത്തിലേക്ക് വരുമ്പോൾ സാധകന്റെ സ്ഥിതി നിലനിർത്തുവാൻ നമ്മൾ ആരാണോ ആരാധന നടത്തുക, ഇപ്പൊ ഭഗവാനെ കിച്ചൂടെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ഒരു സാധകന്റെ സ്ഥിതി നമ്മൾ അങ്ങനെ സ്ഥിതി നിലനിർത്താൻ വേണ്ടിയിട്ട് അതിർത്തികൾ ഉറപ്പിക്കുവാനാണ് ഋതുസുദർശന കാലേ ഇതി ദിഗ്ബന്ധവ എന്ന് പറഞ്ഞ് വിരലുകൾ തൊടിച്ചിട്ട് സാധകൻ തലയെ ചുറ്റുന്നത്. ഇങ്ങനെ ചെയ്യാറില്ലേ? കണ്ടിട്ടുണ്ടോ അതൊക്കെ? അതായത് നമ്മൾക്ക് ഒരു മതില് നമ്മൾ തീർക്കാണ് പൂജ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇതി സുദർശന കാലേ ഇതി ദിഗ്ബന്ധ എന്ന് പറഞ്ഞുകൊണ്ട് വിരലുകൾ ഞൊടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ ചെയ്തുകൊണ്ട് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ സാധകൻ തലയെ ചുറ്റുകയാണ്. എന്താണ്, നമുക്കൊരു മതിലുകൾ നമുക്ക് ചുറ്റും തീർക്കാണ്. ഭഗവാൻ നമ്മളിലേക്ക്, നമ്മൾ ഭഗവാന്റെ ആ ഒരു സംരക്ഷണത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പൂജ ചെയ്യുമ്പോഴാണ് ആ പൂജാരി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പെട്ടെന്നൊരു അറ്റാച്ച്മെന്റ് കിട്ടും. നമ്മളൊരു പൂജ ചെയ്യുന്ന സമയത്ത് അതിനൊരു റിസൾട്ട് വേണം എന്നാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടില്ലേ? നിങ്ങൾ പൂജ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? വിരലുകൾ ഇങ്ങനെ ഞൊടിച്ചിട്ട്. അപ്പൊ അതെന്തിനാ ചെയ്യണം വെച്ചാൽ നമ്മൾക്ക് ചുറ്റും നമ്മളൊരു മതില് സൃഷ്ടിക്കുകയാണ്. അപ്പൊ ആ മതിലിനുള്ളിൽ ഭഗവാനും ആ പൂജ ചെയ്യുന്ന വ്യക്തിയും. അപ്പോഴാണ് ആ പൂജ കുറച്ചും കൂടെ ഫലവത്തായി മാറുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും പൂജ ചെയ്യാൻ സാധിക്കാത്തത്. ഇത്രയും കാര്യങ്ങളെങ്കിലും ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഓക്കെ, ഇനി ഇങ്ങനെ സങ്കല്പത്തിൽ ഭഗവാനെ സമർപ്പിച്ച ശേഷം നമ്മൾ ആ പൂജ ചെയ്യുന്ന സാധകൻ സങ്കല്പങ്ങളോടുകൂടി എന്താണ് ഭഗവാനെ സമർപ്പിച്ച ശേഷം ഇതെല്ലാം വായിക്കണം അശ്വതി മാതാജി. ഭഗവാനെ ഭഗവാനിൽ നമ്മളെ തന്നെ സമർപ്പിച്ച ശേഷം എന്തിനു വേണ്ടിയാണ് ജപിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതാണ് വിനിയോഗം. നമ്മൾ എന്തിനാണ് ഇത് ജപിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചു ഭഗവാനിൽ. ഇനി നമ്മൾ എന്തിനാണ് ഇത് ജപിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ജപിക്കുന്നത്? അതിനെക്കുറിച്ച് പറയുന്നതാണ് വിനിയോഗം എന്ന് പറയുന്നത്. മനസ്സിലായി? മഹാവിഷ്ണു പ്രീതിക്ക് വേണ്ടിയാണ് സഹസ്രനാമം നമ്മൾ ജപിക്കുന്നത് അല്ലെ എന്നാണ്. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമേ ജപേ വിനിയോഗേ എന്നതാണ് അതിന്റെ അർത്ഥം. നമ്മൾ എന്തിനു വേണ്ടി ജപിക്കുന്നു? മഹാവിഷ്ണുവിന്റെ പ്രീതി ലഭിക്കാൻ, ഇഷ്ടം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കരന്യാസവും ഹൃദന്യാസവും ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അതൊക്കെ ഓരോ നസ്യങ്ങളാണ്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സഹസ്രനാമത്തിൽ നിന്ന് പുറത്തു വരും. എന്നാലും കുറച്ച് നോക്കാം. കരന്യാസ മന്ത്രങ്ങള് ഉച്ചരിക്കുമ്പോൾ 2 കൈയിലെയും വിരലുകളെ അതാതിന്റെ പേർ വരുമ്പോൾ അടിഭാഗത്ത് നിന്ന് മേൽപോട്ടത്തേക്ക് ശക്തിയായി അമർത്തി ഒഴിയേണ്ടതാണ്. ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലേ? അപ്പോ അങ്ങനെ ഒഴിയേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അടിഭാഗത്ത് നിന്ന് മേൽപോട്ട് ഇങ്ങനെ ശക്തിയായി ഒഴിയേണ്ടത്. തള്ളവിരൽ, അങ്കുഷ്ടം, ചൂണ്ടാണി വിരൽ കൊണ്ടും മറ്റുള്ളവ തള്ളവിരലിനാലും ഒഴിയുന്നുണ്ട്. ഇങ്ങനെ പൂജ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാണ് ഇവർ ചെയ്യണേന്ന് നമുക്കറിയില്ല അല്ലെ? അപ്പോ അതൊക്കെ ചെയ്യണം. അങ്ങനെ തജ്നി എന്നാണ് ചൂണ്ടാണി വിരൽ, മധ്യമ എന്ന് പറഞ്ഞാൽ നടുവിരല്. ഇനി അനാമിക, പവിത്ര വിരൽ, കനിഷ്ഠിക് ചെറുവിരല്, കരതലത്തിന്റെ ഉൾഭാഗം, പിന്നെ പുറംഭാഗം, കരതല കരപൃഷ്ഠഭ്യാം നമഃ എന്ന് പറഞ്ഞിങ്ങനെ തടവുന്നുണ്ട്. കണ്ടില്ലേ? ഇനി ഹൃദയന്യാസം ചെയ്യുമ്പോൾ മാറിടം, ശിരസ്, മൂർധാവ്, തലയുടെ പിൻഭാഗം, 2 ചുമല്, 2 കണ്ണ് സ്പർശിക്കും. അയ്യോ, നമ്മൾ പൂജയിലേക്കാണോ പോയത് അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിലേക്കാണോ പോയത്? ഈശ്വര. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്? വലത്തെ തജ്നി മധ്യവിരലുകൾ കൊണ്ട് തൊട്ട് അസ്ത്രായ ഫട്ട് അപ്പോ എന്ന് പറഞ്ഞ് ഇടത്തെ കൈവിരൽ അടിക്കുന്ന പതിവുണ്ട്. കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ അടിക്കുന്നത്? അത് ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിന്റെ കഥ. ഗുരുമുഖത്ത് നിന്ന് വിശദമായി മനസ്സിലാക്കിയിട്ടാണ് ഈ പദ്ധതി എല്ലാം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇഷ്ടത്തിന് അവിടെയും ഇവിടെയും ബുക്ക് നോക്കിയിട്ടൊന്നും പഠിച്ചിട്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് അതിൻ്റെതായ രീതിയിൽ ഗുരുമുഖത്ത് നിന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു ചൂണ്ടുപലക മാത്രമാണ് മുകളിൽ നമ്മൾ കൊടുത്തത്. ചെറിയ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയൊന്നും പഠിച്ചിട്ട് നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ വിഷ്ണു സഹസ്രനാമം ഭഗവാനെ നമ്മൾ സമർപ്പിച്ചാൽ തന്നെ മതി. ഭഗവാന് ഹാപ്പി, നമ്മളും ഹാപ്പി. പക്ഷെ അതിന്റെ ചില ആ ഒരു ലൈൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി മറ്റു ചില മഹാന്മാര് എന്താ ചെയ്യുന്നത്? വ്യാഖ്യാനിക്കുന്നത് മന്ത്രം തന്നെയാണ് ഹൃദയം എന്നാണ്. നമ്മൾ ഈ പറയുന്ന മന്ത്രങ്ങൾ തന്നെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. മന്ത്രശക്തിയെ നിഷ്പ്രഭമാക്കുവാൻ വരുന്ന ബാഹ്യമായിരിക്കുന്ന എതിർവീചികളെ അകറ്റുവാണ് അസ്ത്രമെന്നും ഭൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തെ ക്ഷോഭിപ്പിച്ച് ദേവതാശക്തിയെ ഉണർത്തുവാനാണ് നേത്രങ്ങളെ മന്ത്രജപം കൊണ്ട് തൊടുന്നതെന്നും ദൈവിക ശക്തിക്ക് ഒരു കോട്ടവും തട്ടാതെ കാക്കുവാനാണ് കവചമെന്നും, അതായത് ഈ മന്ത്രശക്തിയുടെ ഉറവിടം കുണ്ടലിനി ശക്തി എന്ന് കാണിക്കുവാനാണ് യോനി എന്നും, സാധകനെ ഒന്നും അലട്ടാതിരിക്കാനാണ് ദിഗ്ബന്ധമെന്നും, അതുപോലെ തന്നെ ജപത്തിന്റെ അവസാനം വരെ ഇങ്ങനെ രക്ഷിക്കുന്ന ശക്തികളെ വിമുക്തമാക്കുന്നതിനാണ് ദിഗ്വിമോചനം എന്നും പറയുന്നത്.
ഇതേ തന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കവചം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളെ രക്ഷിക്കാനും, ഇനി അർഗളം കീലകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഭഗവാനെ, ആ ഒരു ദേവതയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്താനും അവരുമായിട്ട് എളുപ്പം അടുക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇതൊക്കെ സായത്വമാക്കുന്നത് എന്ന് വേണമെങ്കിലും നമ്മൾക്ക് പറയാം. അങ്ങനെയും പറയുന്ന ആളുകളുണ്ട്, മഹാത്മാരുണ്ട്. ഒരു കാര്യത്തെ തന്നെ പല രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഫൈനലി നമ്മൾ ഭഗവാനിലേക്കാണ് എത്തുന്നത് എന്നാണ് ഇതിന്റെ സാരം. ഏത് തരത്തിൽ നോക്കിയാലും നാസ്യം ഭഗവാൻ ഭക്തന് ഭക്തിയും ശ്രദ്ധയും നൽകുന്നു. നസ്യം എന്താണ്? ആ ഒരു സാധകൻ ആരാണോ ആരാധിക്കുന്നത് അവർക്ക് ശ്രദ്ധയും തരുന്നുണ്ട്, ഭക്തിയും തരുന്നുണ്ട്. ഒരു മന്ത്രം ജപിക്കുമ്പോൾ അതിന് ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്, ദേവതയുണ്ട്, ബീജമുണ്ട്, ശക്തിയുണ്ട്, മന്ത്രമുണ്ട്, കീലകമുണ്ട്, അസ്ത്രമുണ്ട്, നേത്രമുണ്ട്, കവചം, യോനി, ദിഗ്ബന്ധം, ധ്യാനം, വിനിയോഗം, കരന്യാസം, ഹൃദന്യാസം, ഒടുവിൽ ധ്യാനം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു മന്ത്രം ജപിക്കുന്ന സമയത്ത് നോക്കണം. ഇതുവ ശരീരത്തിന് ക്ഷേത്രമാക്കി, നമ്മുടെ ആ ഒരു ശരീരത്തെ തന്നെ ക്ഷേത്രമാക്കിക്കൊണ്ട് തൻ്റെ ആത്മാവിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉപാസനാ ദേവതയെ പ്രതിഷ്ഠിച്ച് ശ്രദ്ധ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു സഹസ്രനാമം എന്താ പറയുന്നത്? മാലാമന്ത്രമാണ്. 20 അക്ഷരത്തിൽ കൂടുതലുള്ളവയെ മാലാമന്ത്രം എന്നാണ് പറയുന്നത്. 20 അക്ഷരത്തിൽ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാലാമന്ത്രമാണ്. മന്ത്രം മനനം കൊണ്ട് സാധാരണ എന്താ പറയുന്നത്? കാക്കുന്നവയാണ്. നമ്മള് മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനം കൊണ്ട്, നമ്മളത് മനസ്സിലാക്കി നമ്മളത് പഠിക്കുന്നത് കൊണ്ട് നമ്മളെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ മൗനമായി ചൊല്ലിയാൽ ദേവത നമ്മെ കാത്തുകൊള്ളും. ഉറപ്പായിട്ടും നമ്മളിതിങ്ങനെ ചൊല്ലി വരുന്ന സമയത്ത് എന്തായി? നമ്മളെ ഈശ്വരൻ കാത്തുകൊള്ളും. ഒന്നും യാചിക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. ഒരിക്കലും ഭഗവാനോട് നമ്മൾ ഒന്നും യാചിക്കേണ്ട ആവശ്യം വരില്ല. ഭഗവാൻ നമ്മളെ ഉറപ്പായിട്ടും കാത്തുകൊള്ളും എന്നുള്ളതാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഏറ്റവും വലിയ ഒരു ഡെപ്ത്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും ക്ലിയർ? അപ്പോ ആ ഒരു ലൈൻ്റെ അർത്ഥം ഇതാണ്. അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ടുപ് ചന്ദ. അനുഷ്ടുപ് എന്താണ്? ചന്ദ എന്താണ്? ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമൻ നാരായണോ ദേവത അമൃതാം ശോദ്ഭവോ ഭാനുവിധി ബീജം ദേവകീ നന്ദന സൃഷ്ടേതി ശക്തി ഉദ്ഭവ ക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്ര ശൃംഗബൃന്ദ നന്ദകീ ചക്രതി കീലകം. കീലകം മനസ്സിലായില്ലേ? ശാർഗദ്വന ഗദാധര ഇതി സ്ത്രം രഥാംഗപാണി രക്ഷോഭ്യോ ഇതി നേത്രം രക്ഷോഭി ഇതി നേത്രം ത്രിസാമസാമക സാമേതി കവചം. കവചമുണ്ട് അതില്. ഓക്കെ, ആനന്ദം പരമബ്രഹ്മേദിയോനി. ആനന്ദം പരമബ്രഹ്മയേദിയോനി ഋതുസുദർശന കാല ഇതി ദിഗ്ബന്ധം. നമ്മൾ പഠിച്ചില്ലേ? ദിഗ്ബന്ധം, നമുക്ക് ചുറ്റും ബന്ധനം, ചുറ്റുമുള്ള ദിഗ്ബന്ധം. ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം. ആ വിശ്വരൂപത്തെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ 4 ദിക്കുകളിലും ഭഗവാൻ വിശ്വരൂപം, ആ ഭഗവാനുണ്ട്. സമസ്തവും ഭഗവാനിലാണ്. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ, നമ്മുടെ ഭഗവാന്റെ പ്രീതി അത് ലഭിക്കാനായിട്ട് സഹസ്രനാമ ജപേ വിനിയോഗേ, സഹസ്രനാമം നമ്മളെ ജപിക്കുന്നു. ക്ലിയർ? ഈസിയാണോ? കുറെ മനസ്സിലായോ? ക്യാച്ച് ചെയ്യാൻ പറ്റിയോ വല്ലതും? എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന്. അത് കുഴപ്പമില്ല, അമ്മ മറന്നാലും കുഴപ്പമില്ല. നമ്മുടെ ആത്മാവ് എത്രയോ കോടി ജന്മങ്ങളുടെ എല്ലാം ക്യാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഇന്ദ്രിയങ്ങൾ നമ്മൾ കുറച്ച് ഏജ് ആവുന്നതോറും നമ്മൾ മറന്നു പോകണം, അത് പ്രശ്നമാക്കണ്ട. പക്ഷെ ഇതിലൊക്കെ ഈ ഒരു അസ്യ ശ്രീ വിഷ്ണു ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്ര ശ്രീ വേദവ്യാസ ഭഗവാൻ ഋഷി അനുഷ്ടുപ് ചന്ദ്ര, ഈ ഒരു ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇതിന്റെ സംഭവം ഇതാണെന്നുള്ളത്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത് ഇത്രയും പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണ് എന്ന് പറയുന്നത്. കവചവും ന്യാസ്യവും ഛന്ദസ്സും എല്ലാം ഇതിലുണ്ട് എന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതിൽ അത്രയും ഡെപ്ത് ഉണ്ട്, അത്രയും പൂജാതി കാര്യങ്ങളുടെ ഒരു ഡെപ്താണ് അതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹാപ്പിയാണോ? മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ്ണു സഹസ്രനാമവും അതുപോലെ ലളിത സഹസ്രനാമവും ഒക്കെ അർത്ഥസഹിതം പഠിപ്പിച്ചു തരാം. ഇനി ഇത് ശ്രീ സൂക്തം പഠിപ്പിച്ചു തരാം. ശ്രീ സൂക്തമുണ്ട്, ശ്രീ സൂക്തത്തിന്റെ കാര്യങ്ങളും കൂടെ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഇത് കഴിയുമ്പം ഇനി അതും പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പം ഓരോന്നോരോന്നായിട്ട് പഠിച്ചു വരുമ്പം എല്ലാത്തിനും ഒരു അടിത്തറ വരും.
അപ്പോൾ നമുക്ക് എന്തായി, സ്വസ്ഥമായിട്ട് നമുക്ക് പഠിച്ച് ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് നമുക്ക് എന്തായി, ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ, ഭഗവാന്റെ പ്രീതിക്കായിട്ട് നമുക്കിതെല്ലാം ജപിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഓക്കെ. हरे कृष्णा, सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, राधा पवन प्रेषण की जय. ओम श्री मात्रे नमः. हर हर महादेव. ഓക്കെ. ഹരേ കൃഷ്ണ. മറന്നുപോയിക്കോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ഓർത്ത് വെക്കണം എന്നില്ല. ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം ഇതാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മറന്നുപോയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഹരേ കൃഷ്ണ. 9:30 ഇനി നാളെ എടുക്കാം. ഹരേ കൃഷ്ണ. പേടിക്കൊന്നും ചെയ്യണ്ട, വായിച്ചോളൂ ധാരാളം.